Hello everyone and welcome back. Today we are going to discuss another chapter which is common for C and CMA foundation, that is inventories. Yeah. So inventories might be a new word for some of you. So let's try to understand what is that word and what does it stand for. So inventories എന്ന് വെച്ചാൽ basically മറ്റൊന്നുമല്ല ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ വിൽക്കാനും കച്ചവടം ചെയ്യാനും ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ആ ഗുഡ്സിനെയാണ് inventories എന്ന് basically വിളിക്കുന്നത്. So ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട്. When you are going to trade in a particular product and you are purchasing that particular product, നമ്മൾ അവിടെ ആ പ്രോഡക്റ്റിന്റെ പേരല്ല എഴുതുന്നത്, പകരം പർച്ചേസസ് എന്നാണ് എഴുതുന്നത്. ഇനി അതേ സാധനം നമ്മൾ വിൽക്കാൻ വേണ്ടിയാണല്ലോ ഇത് വാങ്ങിച്ച് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. So when you sell it, you don't name the particular product, but you route it through a ledger called sales. So even though you are using two different ledgers, purchases and sales, the underlying theme is that you are trading or you are doing business in a product, and that product is basically your inventory or inventory. കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ അധികമുണ്ട്, പക്ഷെ എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു വേർഡ്സ് ഈ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുന്നത്. So product is nothing but or the item that you're trading in or doing business is nothing but the inventory, or there is another name, stock. Yeah. So when you purchase, imagine you are a person doing business in furnitures. നിങ്ങളുടെ ബിസിനസ് തന്നെ ഫർണിച്ചർ കച്ചവടമാണ്. So maybe you buy multiple furnitures from the carpenter who sits and does this in his home. നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങളുടെ ഷോറൂമിൽ കൊണ്ട് വിൽക്കുകയാണ്. So you are purchasing these furnitures and ultimately selling it to different customers. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫർണിച്ചർ എന്ന് പറയുന്ന ഈ ഐറ്റംസ് എല്ലാം സ്റ്റോക്ക് ആണ് അല്ലെങ്കിൽ ഇൻവെന്ററി ആണ്. സോ എന്തിനാണ് നിങ്ങൾ ഈ ഇൻവെന്ററിയിൽ സ്റ്റോക്ക് വാങ്ങിക്കുന്നത്? Your aim is to sell it and do business. Yeah, you are planning to do business on. ഇനി ഇൻവെന്ററിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ first we will have to talk about the different business types that we have around us. Yeah, business types. ബിസിനസ് മോഡൽ അല്ല, അതായത് പ്രൊപ്രൈറ്റർഷിപ്പ്, അതായത് ഓണർഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് ബൈഫിക്കേഷൻ അല്ല. ഏതൊക്കെ രീതിയിൽ ബിസിനസ് നമ്മൾക്ക് ഏതൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ജോണറിൽ നമ്മൾക്ക് ബിസിനസ് ചെയ്യാമെന്നുള്ളത് നമ്മൾക്കൊന്ന് നോക്കാം. വൺ ഈസ് എ ടൈപ്പ് ഓഫ് ബിസിനസ് ഹൂ ഡസ് മാനുഫാക്ചറിങ് വർക്ക്. അതായത് ഈ ടൈപ്പ് ഓഫ് ബിസിനസ്സുകാർ റോ മെറ്റീരിയൽസ്, ഇപ്പോൾ ഫർണിച്ചർ തന്നെ എന്ന് വെക്കുക, ഞാൻ കാർപ്പൻ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വിൽക്കുന്ന ഒരാളല്ലാതെ ഈ ഫർണിച്ചർ എൻ്റെ അടുത്ത് തന്നെ ഒരു കാർപ്പൻ്ററിനെ ഞാൻ എംപ്ലോയ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വെക്കുക. I buy raw materials required for making a furniture. Imagine I am making a desk, a laptop desk അല്ലെങ്കിൽ ഒരു ചെയർ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിന് വേണ്ട കണ്ടൻസ് ഒക്കെ ഞാൻ എവിടെ നിന്നെങ്കിലുമൊക്കെ വാങ്ങിക്കും. നമ്മൾക്ക് വുഡ് വേണം, പോളിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ അല്ലെ, നെയിൽസ്, ഓൾ ദോസ് തിങ്സ്, എക്യുപ്മെന്റ്സ് ഒക്കെ പല കാര്യങ്ങൾ വേണം. അപ്പോൾ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയ ചെയർ അല്ലെങ്കിൽ ഒരു കസേര അല്ലെങ്കിൽ ഒരു ടേബിളൊക്കെ നമ്മൾക്ക് ഫർണിച്ചറായിട്ടുണ്ടാക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു സാധനം എല്ലാം വാങ്ങിച്ച് അതിൻ്റെ എക്സിസ്റ്റൻസ്, അതിൻ്റെ പെർസോണ തന്നെ കംപ്ലീറ്റ്ലി മാറ്റി പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കുന്നവരെയാണ് മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം നമ്മൾ വാങ്ങിച്ചത് കുറേ വുഡും പോളിഷും അങ്ങനത്തെ കുറേ നെയിൽസും അങ്ങനെയൊക്കെ ആണെങ്കിലും അൾട്ടിമേറ്റ്ലി യു ബൈ ഓൾ ദിസ് ആൻഡ് യു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ ഡിഫറെൻറ്റ് ഓൾ ടുഗെദർ പ്രോഡക്റ്റ് വിച്ച് ഈസ് മൈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളല്ല നമ്മൾ വിൽക്കുന്നത്, വാങ്ങിച്ച സാധനങ്ങളൊക്കെ അതിന്മേൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് എൻറ്റയർലി പുതിയൊരു രൂപം അതിന് കൊടുത്ത് നമ്മൾ വിൽക്കുന്നു. അങ്ങനെയുള്ള എൻറ്റിറ്റീസ് ആണ് അല്ലെങ്കിൽ അങ്ങനെ ബിസിനസ് ചെയ്യുന്നവരെയാണ് മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി മറ്റൊരു ബിസിനസ് ആണ് ട്രേഡിംഗ്, വിച്ച് ഈസ് വെരി കോമൺ അമംഗ് അസ് അല്ലെങ്കിൽ വെരി കോമൺ അറൗണ്ട് അസ്. വാട്ട് ഈസ് ദ ട്രേഡിംഗ്? നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ആദ്യത്തെ കേസ്, വേറിൻ ഐ ആം നോട്ട് മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ഞാൻ ഈ വുഡും പോളിഷും നെയിലും ഒന്നും വാങ്ങിച്ച് എൻ്റെ ആ ഷോറൂമിലോ അല്ലെങ്കിൽ എൻ്റെ ആ ഗുഡൗണിൽ ഇരുന്ന് ഇതിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡായിട്ട് വിൽക്കുന്ന ഒരാളല്ല. പകരമോ ആരെങ്കിലും ഉണ്ടാക്കി വെച്ച ആ ഫൈനൽ പ്രോഡക്റ്റിനെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. സോ ഇമാജിൻ
കാർപ്പൻ്ററിൻ്റെ കയ്യിൽ നമ്മൾ 1000 രൂപയ്ക്കാണ് അയാളോട് വില പറഞ്ഞ് വാങ്ങിക്കുന്നത്. ഈ 1000 രൂപ എൻ്റെ ഷോറൂമിൽ കൊണ്ടുവന്ന് ഞാൻ കസ്റ്റമേഴ്സിന് 1200 രൂപയ്ക്ക് കൊടുക്കുന്നു. വിച്ച് മീൻസ് ഐ ആം ട്രൈങ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ actually the main person making that furniture and the person who is interested in buying. So എൻ്റെ ഉത്തരവാദിത്തം ഒരു ട്രേഡിംഗ് എന്ന് മാത്രമാണ്. ഇപ്പോൾ ഐ മൈറ്റ് ബി ഇൻ ബോംബെ, ഞാൻ ബോംബെയിൽ സെറ്റിൽഡ് ആണ്. പക്ഷെ എൻ്റെ നല്ല ഫർണിച്ചേഴ്സ് ഒക്കെ കേരളത്തിൽ നല്ല തടികളൊക്കെ വന്ന് പണിത് ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട് ബോംബെയിൽ യൂസ് ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഐ ഗോ ആൻഡ് കോൺടാക്ട് എ കാർപ്പൻ്റർ ഹൂ ഡസ് മൈ വർക്ക് അറ്റ് മൈ ഹോം. അപ്പോൾ അയാളെ നല്ലപോലെ എനിക്കറിയാം. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞ് ആ സാധനങ്ങളൊക്കെ അയാളെ കൊണ്ട് ഉണ്ടാക്കിച്ച് ഞാൻ ബോംബെയിൽ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. wherein I am trying to bridge the gap between this carpenter and the ultimate person who is wanting to buy these furnitures but at a different location. അപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം reason. So whatever be the reason, my intention is to sell a finished product which is already made by somebody else. അയാൾ അത് മാനുഫാക്ചർ ചെയ്താണ് അല്ലെ ഈ കാർപ്പൻ്റർ. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അയാളുടെ കയ്യിൽ നിന്ന് ആ ഫിനിഷ്ഡ് കൂടെ അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ട് അതേ രീതിയിൽ തന്നെ ഞാൻ വിൽക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ബിസിനസ്സുകളാണ് ട്രേഡിംഗ് ബിസിനസ്. സോ ട്രേഡിംഗ് കൺസേൺസ് ബൈ ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ദ ഹോൾസെയിലർ ഫ്രം സം അതർ പാർട്ടി ആൻഡ് അതിനെ അവരൊരു ലാഭത്തിൽ കസ്റ്റമേഴ്സിലേക്ക് വിൽക്കുന്നു. അതാണ് അവർ ചെയ്യുന്നത്. സോ അവർ ഡീൽ ചെയ്യുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ്. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഇസ് wherein we fall in, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസും നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആകാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് കാറ്റഗറി ഓഫ് സർവീസ് കൊടുക്കുന്നവരെ കുറിച്ചും വേണമെങ്കിൽ പറയാം. വിച്ച് ഇസ് ദ സർവീസ് ഇൻഡസ്ട്രി. they might not be selling you something as a physical product. നമ്മൾക്ക് കാണാൻ പറ്റുന്നതോ അല്ലെങ്കിൽ തൊടാൻ പറ്റുന്നതോ അങ്ങനത്തെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നുമല്ല. പക്ഷെ അവരുടെ സർവീസ് നമ്മൾക്ക് തരികയാണ്. അവരൊരു കാര്യം നമ്മൾക്ക് ചെയ്ത് തരുന്നു. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും മെഡിസിൻസ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ചെക്കപ്പിന് വേണ്ടി ചേർന്നു. അപ്പോൾ അവർ നമ്മളെ ഒന്ന് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഒപ്പീനിയൻ തരികയല്ല, കൺസൾട്ടേഷൻ തരികയാണ്. അവിടെ ഒരിക്കലും നമുക്കൊരു പ്രോഡക്റ്റ് അല്ല കിട്ടുന്നത്, പകരം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ സർവീസ് അല്ലെങ്കിൽ അവരുടെ ആ നോളജ് നമ്മൾക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു വാല്യുബിൾ അഡ്വൈസ് ആണ് നമുക്ക് കിട്ടുന്നത്. സെയിം വേ ഫോർ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ക്ലയൻറ്റ് കംസ് ആൻഡ് അപ്രോച്ചസ് യു ടു give an opinion about ടാക്സ് ഓഡിറ്റോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട എത്രയാണ്. അപ്പം നമ്മൾക്ക് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നാൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾക്ക് അറിയാവുന്ന ടാക്സിൻ്റെ ആക്ടും നോളജും ഒക്കെ വെച്ച് അക്കൗണ്ട്സിൻ്റെ നോളജ് ഒക്കെ വെച്ച് പ്രോപ്പർലി ഒരു കണക്കുണ്ടാക്കി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് അവരുടെ സർവീസ് ആണ്. അതിലൊരിക്കലും നമുക്കൊരു പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരൊരു സാധനത്തെ അല്ല വിൽക്കുന്നത്, പകരം അവരുടെ സർവീസ് ആണ് കൊടുക്കുന്നത്. So such entities will also fall into picture service industry. അപ്പോൾ സർവീസ് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് പൊതുവെ ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സാധനം കാണാനുള്ള സാധ്യത കുറവാണ്. കാരണം സ്റ്റോക്ക് നമ്മൾ എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് a product that you deal in or you are doing business in, which can be seen and felt and touched and all those physical ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ ക്വാളിറ്റീസ് ഫുൾഫിൽ ചെയ്യുന്ന സാധനങ്ങളെയാണ്. സോ അതിൽ എപ്പോഴും വരുന്നത് ഒരു മാനുഫാക്ചറിങ് ബിസിനസ്സും ഒരു ട്രേഡിംഗ് ബിസിനസ്സാണ്. വേറെ the business that you do deals with a physical product. Now, what are the items that can be categorized as inventories? Even if it is a manufacturing business or a trading business. ഇനി മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ എന്തൊക്കെയാണ് ഇൻവെന്ററി ആയിട്ട് ആ ബിസിനസ്സിന് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക്. ഇനി നമ്മൾക്ക് ഇൻവെന്ററി നമ്മൾ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. The product that you are intending to sell or you are intending to do business in. Adana basically the extension we will learn after this stage. So manufacturing business inventories ennu parayan pattunna sadhanangal endokkeyanu. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഫർണിച്ചർ വിൽക്കുന്ന ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണ് നമ്മുടെയെങ്കിൽ നമ്മൾ ആ ഫർണിച്ചർ ഉണ്ടാക്കാൻ നമ്മൾക്ക് തടി വേണം, പോളിഷ് വേണം, നെയിൽസ് വേണം, അങ്ങനെ കുറേ സാധനങ്ങൾ വേണം അല്ലേ. അപ്പോൾ ഈ വാങ്ങിക്കുന്ന മേജർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മെയിൻ കണ്ടൻസ് ആണ് നമ്മൾ
നമ്മളുടെ ഇൻവെന്ററിയിൽ വരുന്ന ആദ്യത്തെ ഐറ്റം വിച്ച് ആർ റോ മെറ്റീരിയൽസ്. അതായത് നമ്മൾക്ക് ബേസിക് ആയിട്ട് വേണ്ട മെറ്റീരിയൽസ്. ഈ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ച് ഇതിനെ എല്ലാം കൂടെ ആവശ്യാനുസരണം ഉപയോഗിച്ച് മറ്റൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതാണ് ഈ മാനുഫാക്ചറിങ് അല്ലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്നത്. സോ ഇൻവെന്ററിയിൽ ആദ്യം വരുന്നത് റോ മെറ്റീരിയൽസ് ആണ്. ഇനി ഇൻവെന്ററി എപ്പോഴും നമ്മൾ പറയുമ്പോൾ വി ട്രൈ ടു റിലേറ്റ് ഇറ്റ് വിത്ത് ഓർ വി ട്രൈ ടു emphasize on how much inventory is with an organization at a particular point of time in a particular day. ഒരു സമയത്ത് അവരുടെ കയ്യിൽ എത്ര ഇൻവെന്ററി ഉണ്ടെന്നാണ് നമ്മൾ എപ്പോഴും പറയാനോ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്നത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എപ്പോഴും നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് വർഷം അവസാനിക്കുന്ന ദിവസമാണ്. സോ 31st March ആണ് നമ്മൾ പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇയർ സാധാരണ വേണ്ടത്. സോ therefore 31 മാർച്ചിൽ എത്രയാണ് ഇൻവെന്ററി എന്നാണ് നമ്മൾ അറിയാൻ പൊതുവെ ആഗ്രഹിക്കുന്നത്. എന്നാൽ എല്ലാ ദിവസത്തെ കണക്ക് നമ്മൾക്ക് വേണം. ബട്ട് സ്റ്റിൽ ഇമ്പോർട്ടൻസ് ഓർ റെലവൻസ് is given to the last day ഹോൾഡ് ചെയ്യുന്ന ഇൻവെന്ററി. സോ അന്ന് നമ്മളുടെ കയ്യിൽ എത്ര ഇൻവെന്ററി ഉണ്ടെന്ന് ചോദിച്ചാൽ വി ആർ ട്രൈങ് ടു സേ ഇനിയും നമ്മൾക്ക് വിൽക്കാൻ പറ്റുന്ന ഫ്യൂച്ചറിൽ അടുത്ത ദിവസം തൊട്ട് വിൽക്കാൻ പറ്റുകയും അതിൽ നിന്ന് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് എത്ര എൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഇൻവെന്ററി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദീസ് ഇൻവെന്ററീസ് സിൻസ് യു ആർ ഗോയിങ് ടു earn a income in the future. ഫ്യൂച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത ദിവസം വരെ ആകാം. ആ ഫ്യൂച്ചറിൽ നമ്മൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് തരാൻ കഴിവുള്ള ഒരു ഐറ്റം ആയത് കാരണം ഇൻവെന്ററീസ് ആർ a type of assets. And that generally we say ആ ദിവസം നമ്മൾക്കതൊരു അസറ്റ് ആണ്. കാരണം പിറ്റേ ദിവസം തൊട്ട് നമ്മൾക്ക് അതിനെ വിറ്റ് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അസറ്റ്സ് ആണ്. ഏത് ടൈപ്പ് ഓഫ് അസറ്റ്സ് ആണ്? These are categorized as current assets. So നമ്മൾ ആ ഡെഫിനേഷൻ ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. സോ ഇൻവെന്ററീസ് ആർ അസറ്റ്സ് ബിക്കോസ് യു ക്യാൻ ഏൺ income from them in the immediate future. തൊട്ടടുത്ത ദിവസമാണെങ്കിൽ കൂടി അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് എന്ത് ചെയ്യണമെന്നുള്ള അവകാശവും ഫുള്ളും നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഫുൾ കൺട്രോളും ആ ബിസിനസിന്റെ കയ്യിൽ തന്നെയാണ് അല്ലേ. സോ therefore they are assets for a business. ഇനി എന്ത് ടൈപ്പ് ഓഫ് അസറ്റ്സ് ആണ്? ദേ ആർ കറണ്ട് അസറ്റ്സ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും അസറ്റ്സിന് ഒന്നിൽ കൂടുതൽ ബൈഫിക്കേഷൻ ഉണ്ട് അല്ലേ. അസറ്റ്സ് ആർ ജനറലി ബൈഫിക്കേറ്റഡ് ആസ് ടു ടൈപ്സ്, ഫിക്സഡ് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ് ആണ് നമ്മൾ പൊതുവെ പറയുന്നതും പണ്ട് തൊട്ട് നമ്മൾ പഠിച്ചു വരുന്നതും ഒരു ടേം. പക്ഷെ ഇപ്പോൾ കമ്പനി ഫൈനാൻഷ്യൽസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾക്കറിയാം നമ്മൾ ആ വേർഡിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തി കുറച്ചും കൂടി ഒരു ബ്രോഡർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ലൊരു നോമൻക്ലേച്ചർ ഇതിന് അസൈൻ ചെയ്തിട്ടുണ്ട്. വേറെ ഫിക്സഡ് അസറ്റിന് മറ്റൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് അസറ്റിൻ്റെ നോൺ കറണ്ട് അസറ്റ്. സോ അതിനുള്ളിൽ പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് ഒക്കെ വരുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി ഒരു ബ്രോഡർ ടേം കൊടുത്തിരിക്കുകയാണ് നോൺ കറണ്ട് അസറ്റ്സ്. സോ വാട്ട് ആർ ദീസ് കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ്? Any asset that is going to help the firm fetch income within 12 months or within 1 year or 1 year. അതിനെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷമോ അതിനുള്ളിലോ നമ്മൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തരാൻ കപ്പാസിറ്റി ഉള്ള നമ്മൾക്ക് അധികാരമുള്ള ഐറ്റം ഒക്കെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ് എന്തായിരിക്കും? 12 മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം നമ്മൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വർഷത്തിന് മേലെയാണ് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ടേംഡ് ആസ് എ ഫിക്സഡ് അസറ്റ് ഓർ നോൺ കറണ്ട് അസറ്റ്സ്. So I hope you are clear with that bifurcation. This you will keep on learning as we go ahead. So എന്തായാലും ഈ bifurcation മനസ്സിലാക്കുക, കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും. അപ്പോൾ ഇൻവെന്ററി അസറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഏത് ടൈപ്പ് ഓഫ് അസറ്റ് ആണ്? കറണ്ട് അസറ്റ് ആണ്. കാരണം എന്താണ്?
നമ്മൾ ബിസിനസ് ചെയ്യുന്നത് തന്നെ ഈ സാധനങ്ങൾ വാങ്ങിച്ച് വിൽക്കാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാനാണ്. അപ്പോൾ ഒരു വർഷത്തോളം എൻ്റെ കയ്യിലിരിക്കുന്ന ഫർണിച്ചർ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഒരു ടേബിൾ ആണെന്ന് വെക്കാം. ഒരു വർഷത്തിന് മേലെ എൻ്റെ കയ്യിൽ ആ ടേബിൾ ഇങ്ങനെ ഇരുന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കൂ? ഇല്ല. എത്രയും പെട്ടെന്ന് വിറ്റു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് വേണം അടുത്ത സ്റ്റോക്ക് എനിക്ക് റീപ്ലനിഷ് ചെയ്ത് വീണ്ടും വീണ്ടും കച്ചവടം കൂട്ടാൻ അല്ലേ. സോ therefore the intention is to sell as many goods as possible and to earn maximum revenue or profit out of this business. So ആ റീസൺ കൊണ്ടും ഇൻവെന്ററീസ് ഏത് അസറ്റ് ആയിട്ട് എപ്പോഴും വരികയുള്ളൂ, മാക്സിമം ഒരു വർഷത്തിനുള്ളിൽ വിറ്റ് പോകണം. കാരണം അതാണ് എൻ്റെ ബിസിനസ് തന്നെ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വിറ്റ് പോയാലേ എൻ്റെ ബിസിനസ് കൂടുകയുള്ളൂ, എൻ്റെ ലാഭം ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടുകയുള്ളൂ. So always inventories will be categorized as current assets. Yeah? So I hope that is clear. So now let us come back to our type of inventories for a manufacturing business. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഫർണിച്ചർ പ്രൊഡ്യൂസ് ഉണ്ടാക്കാൻ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബേസിക് ലെവലിലുള്ളത് വുഡും പോളിഷും നെയിൽസ് വെക്കാൻ, അതിനെയാണ് നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. And inventories we generally want to assess at a date on the end of the financial year എന്നാണ്. അത് generally 31st March. ബാക്കി എല്ലാ ദിവസവും അറിയേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ ഒരു ഡേറ്റിൽ ഫൈനാൻഷ്യൽ ഇയർ തീരുന്ന ദിവസത്തെയാണ്. അത് നിങ്ങൾ വഴിയെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ we will get to know in detail of its presentation and its effect also. So അന്ന് imagine റോ മെറ്റീരിയൽ കുറെ നമ്മളുടെ കയ്യിലുണ്ട്. തടിക്കഷ്ണം നമ്മൾ കുറെ വാങ്ങിച്ച്, പോളിഷ് നെയിൽസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വർഷം തീരുന്ന അന്ന് ഒന്നെങ്കിൽ തടിക്കഷ്ണമായിട്ട് എൻ്റെ കയ്യിൽ റോ മെറ്റീരിയൽ ആയിട്ട് തന്നെ എൻ്റെ കയ്യിലിരിക്കും, അല്ലെങ്കിൽ ഫർണിച്ചർ ആയിട്ട് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് എൻ്റെ കയ്യിലിരിക്കും. അങ്ങനെ മാത്രമാണ് ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അല്ല, ചിലപ്പോൾ പാതി വഴിക്ക് നിന്ന് കുറെ ഫർണിച്ചർ കാണും. അതായത് ഫർണിച്ചർ എല്ലാം അളവെല്ലാം എടുത്ത് മുറിച്ചു വെച്ചു, അത് എല്ലാം ഫിറ്റും ചെയ്തു, പക്ഷെ അതിന് പെയിന്റ് ചെയ്ത് പോളിഷ് ഒക്കെ ചെയ്യാനുണ്ട് അല്ലെ, എന്താ വുഡ് പോളിഷും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയുമല്ലോ. ഫോർ ടു എൻഷുർ ദാറ്റ് ഇസ് ഫംഗസ് ഫ്രീ, അല്ലെങ്കിൽ ഒത്തിരി നാൾ നിൽക്കാൻ വേണ്ടി, പെരിഷ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ കാർപ്പൻറ്റേഴ്സ് ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് ഫൈനലി ഇത് നമ്മളുടെ ഷോപ്പിൽ വിൽക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ അവിടം വരെ എത്തിയുമില്ല. എന്നാൽ ഇത് വുഡും പോളിഷും നെയിലും എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടും അല്ല ഇരിക്കുന്നത്. ഒരു ടേബിളായി അല്ലെങ്കിൽ ഒരു ചെയറായി, പക്ഷെ അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയ നമ്മൾക്ക് വിൽക്കാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിയോ? ഇല്ല. ഇനിയും പോളിഷും പെയിന്റും ഒക്കെ അടിക്കാനുണ്ടെന്ന് വെക്കുക. Such kind of goods that are still with you, but it is not in the form of these raw materials. വാങ്ങിച്ച ആ സ്റ്റേറ്റിലല്ല, എന്നാലും അങ്ങേ അറ്റം വരെ എത്തേണ്ട ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ ലെവൽ വരെ എത്തിയിട്ടുമില്ല. അതിന്റെ ഇടയിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ സെമി ഫിനിഷ്ഡ് ഗൂഡ്സ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗൂഡ്സ്, ഓർ we term it as work in progress. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഞാൻ ആദ്യത്തെ അക്ഷരങ്ങൾ ക്യാപിറ്റൽ ഒക്കെ എഴുതിയതിന്റെ കാരണം ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് WIP എന്നും പറയാറുണ്ട്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് എ റോ മെറ്റീരിയൽ. അതിൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി അല്ലെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി തുടങ്ങി, എന്നാൽ ഫൈനലി വിൽക്കേണ്ട സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ല, അതിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. Those are still to be considered as an inventory, because അടുത്ത ദിവസം തുടങ്ങുമ്പോൾ ആദ്യമേ വന്ന് എൻ്റെ കാർപ്പൻറ്ററിനോട് ഞാൻ പറയുന്നുണ്ടായിരിക്കും, ഈ ബാക്കി വെച്ച ടേബിളിന്റെ പണി തീർത്തിട്ട് അത് ഷോറൂമിലേക്ക് കൊണ്ടുവരാൻ പാകത്തിന് റെഡിയാക്കി വെക്കുക അല്ലേ. ഇന്നിപ്പോൾ നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പല വർക്കും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊരു വർക്ക് ഏതെങ്കിലും ഒരു ഡെഡ് ലൈനിന് മീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നതൊരു 10 ദിവസത്തിന് മുൻപാണെന്ന് വെക്കണം ഡെഡ് ലൈനിനേക്കാളും. അപ്പോൾ എല്ലാ ദിവസവും ആദ്യത്തെ ദിവസം തന്നെ നമ്മളത് തീർത്തിട്ടുണ്ടാവാം, തീർക്കാതെ ഇരിക്കാം. തീർത്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. തീർക്കാതെ പകുതിക്ക് വെച്ചേക്കുകയാണെങ്കിലോ, കാരണം 10 ദിവസം ഉണ്ട് അതിൻ്റെ ഡെഡ് ലൈൻ എത്താൻ. അപ്പോൾ കുറേശ്ശെയായിട്ട് നല്ലപോലെ മനസ്സിലാക്കി ജോലി ചെയ്താൽ മതി. നിങ്ങളുടെ ഹോംവർക്ക്സ് അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. ഫൈനൽ മാമോ അല്ലെങ്കിൽ സാറോ പറഞ്ഞു കൊടുത്ത ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ആൻസർ. ബട്ട് ഇഫ് യു ആർ സംവെയർ സ്റ്റക്ക് അല്ലെ, നമ്മളൊക്കെ സ്കൂളുകളിൽ ഫേസ് ചെയ്യുന്നൊരു കാര്യം, ഹോംവർക്ക് ഒക്കെ തന്നു വിട്ടാൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഇടയ്ക്ക് വെച്ചൊരു കോൺസെപ്റ്റ് നമ്മൾക്ക് അറിയില്ല.
അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവിടെ കൊണ്ടത് നിർത്തും. എന്നാൽ ക്വസ്റ്റ്യൻ തന്ന ആ ഫോമിലാണോ കിടക്കുന്നത്, റോ ആയിട്ടാണോ കിടക്കുന്നത്? അല്ല, അതിൽ കുറച്ചും നമ്മൾ പണി ചെയ്തു, എന്നാൽ അത് ഫൈനൽ ആൻസർ വരെ എത്തിയില്ല. So such things are work in progress or semi-finished goods, and those are also part of inventories. Yeah. അപ്പോൾ ഇനി അടുത്ത ഒരു ഇൻവെന്ററി അല്ലെങ്കിൽ അടുത്തൊരു ടൈപ്പ് ഓഫ് ഇൻവെന്ററി എന്തായിരിക്കും ഫോർ എ മാനുഫാക്ചറിങ് ബിസിനസ്? വെൻ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡൺ, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി കഴിഞ്ഞു, ഒരു കംപ്ലീറ്റ് ചെയർ ആയി ദാറ്റ് യു ക്യാൻ സെൽ ഇൻ ദ മാർക്കറ്റ് ടു കസ്റ്റമേഴ്സ്. പക്ഷേ ബുക്സ് തീരുന്നതെന്ന് അല്ലെങ്കിൽ ആ ദിവസം തീരുന്നതെന്ന് ഈ സാധനം വാങ്ങിക്കാൻ ആരും വന്നില്ല. അങ്ങനെയും വരാമല്ലോ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഏതെങ്കിലും ഒരു കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സാധനങ്ങൾ ഇല്ലാണ്ടിരിക്കുന്ന കാണുമോ? ഇല്ല. ഒരു സാധനം വിറ്റ് പോയാൽ പെട്ടെന്ന് തന്നെ അവർ അടുത്ത ഫിനിഷ്ഡ് പ്രോഡക്റ്റ് റീപ്ലനിഷ് ചെയ്ത് അവിടെ വെച്ചിരിക്കും, കാരണം അടുത്ത ആൾ വന്നാലും യൂസ് ചെയ്യാൻ. അപ്പോൾ ഒരു സാധനം അവിടെ കൊണ്ട് വെച്ചാൽ അന്ന് തന്നെ അത് വിറ്റ് പോകണമെന്ന് നിർബന്ധം ഇല്ല. പക്ഷെ അത് ഓൾറെഡി ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് ഇനി വിൽക്കാനുള്ള ആ പ്രോസസ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെയുള്ള പ്രോഡക്ട്സും വിച്ച് ആർ നോട്ട് യെറ്റ് സോൾഡ് ബട്ട് ക്യാൻ ബി സോൾഡ് ഇമ്മീഡിയറ്റ്ലി ബിക്കോസ് ഇറ്റ്സ് കംപ്ലീറ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ്, അങ്ങനെയുള്ളതിനെയാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദോസ് ആർ ഓൾസോ പാർട്ട് ഓഫ് ഇൻവെന്ററീസ് ഫോർ എ മാനുഫാക്ചറിങ് business. Now what else can be part of inventories for a manufacturing business? Those can be any consumables അല്ലെങ്കിൽ spare parts എന്ന് നമുക്ക് പറയാം. Consumables അല്ലെങ്കിൽ spare parts, tools. What are these? നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് പല, ഇപ്പോൾ ഈ ഫേർണിച്ചർ ബിസിനസ് തന്നെ വലിയ ലാർജ് സ്കെയിലിൽ ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല മെഷീനറി ആവശ്യങ്ങൾ വന്നെന്നിരിക്കാം. അപ്പോൾ അതിനൊക്കെ പല പാർട്സും അല്ലെങ്കിൽ പല മാറ്റങ്ങളും പല റിപ്പയർസും ഒക്കെ ചെയ്യുന്നവർ തന്നെ ചെയ്യേണ്ടി വരും. അതായത് ആ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ റിപ്പയർ വർക്കുകളും ഒക്കെ കാണും അല്ലേ? അപ്പോൾ അതിനൊക്കെ അവർക്ക് കുറച്ച് നട്ട്സോ ബോൾസോ അല്ലെങ്കിൽ ചെറിയ നെയിലോ ആണികളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യം വരും, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി പർപ്പസ്. ആൻഡ് അതിനൊരു കുറച്ച് നാൾ നമ്മൾക്ക് യൂസ് ചെയ്യാം, അല്ലാതെ ഫുഡ് ഐറ്റംസ് പോലെ പെട്ടെന്ന് പെറിഷായി പോകുന്ന സാധനങ്ങളല്ല. അപ്പൊ അങ്ങനെ നമ്മൾക്ക് എന്ത് യൂസ് വേണമെങ്കിലും കൊടുക്കാം, അത് ഫ്രീക്വന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആണികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ബിസിനസ്സിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുമാണ്. ഏത് മെഷീന് വേണമെങ്കിലും ഏത് സാധനങ്ങൾക്ക് വേണമെങ്കിലും നമ്മൾക്ക് ഈ ആണികളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കസേര നമ്മൾ പണിയാണ്, അതിന് വേണ്ട ആണി 8 എണ്ണമാണ്, അത്ര മാത്രമാണ് വാങ്ങിച്ചു വെക്കാൻ പോകുന്നത് അല്ല, അതിൽ കൂടുതൽ എക്സസ് നമ്മൾ വാങ്ങിച്ചു വെക്കും. ഒരു ആണി തുരുമ്പെടുത്ത് പോയാലോ ആണി നശിച്ചു പോയാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കസേരയ്ക്ക് അഡീഷണലി വെക്കണമെങ്കിൽ അല്ലേ. അപ്പോൾ അതിന്റെ യൂസ് ക്യാൻ ബി യൂസ്ഡ് എനിവെയർ ഇൻ എനി പ്ലേസ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രീക്വന്റ്ലി യൂസ്ഡ്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആ ഫൈനൽ പ്രോഡക്റ്റ് അല്ല, അല്ലെ സെമി ഫിനിഷ്ഡ് അല്ല, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റുകയില്ല. പക്ഷെ നെയിൽസ് ഞാനിവിടെ റോ മെറ്റീരിയൽ എടുത്താലും യു ട്രൈ ടു റിലേറ്റ് ഇറ്റ് ടു സംതിങ് എൽസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ മെഷീൻ ദാറ്റ് യു ആർ യൂസിങ് ടു ഫൈനലി പ്രൊഡ്യൂസ് ദിസ് furniture. So അങ്ങനെ എന്തെങ്കിലും spare parts or tools ഒക്കെ ഉണ്ട് which you are going to use regularly for your business, irrespective of any machine or anything, that can also become part of a inventory for a manufacturing business. Yeah, so I hope that is clear. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 3 കാര്യങ്ങളാണ് സ്പെയർ പാർട്സും ചില ടൂൾസും ഒക്കെ കൂടെ ഇൻവെന്ററിയുടെ ഭാഗമായി വന്നിരിക്കാം ഫോർ എ മാനുഫാക്ചറിങ് ബിസിനസ്. ട്രേഡിംഗ് ബിസിനസ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് സിമ്പിൾ ആണ്. ട്രേഡിംഗ് ബിസിനസ്സിൽ നമ്മൾ കസേര ആയിട്ട് തന്നെ അല്ലെങ്കിൽ ടേബിൾ ആയിട്ട് തന്നെ കാർപ്പൻറ്ററിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് അല്ലേ. സോ വിച്ച് മീൻസ് യു ആർ going to have stock of only the finished product. നിങ്ങൾ അത് വിറ്റാൽ മാത്രം മതി. പക്ഷെ നമ്മൾ വാങ്ങിച്ച ആ ദിവസം തന്നെ വിറ്റ് പോകണമെന്നില്ല. വാങ്ങിച്ച അന്ന് തൊട്ട് ഒരു ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ആവുന്ന ദിവസവും നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ഫർണിച്ചറും വിറ്റ് പോകണമെന്നില്ല. കുറച്ചൊക്കെ ബാക്കി കാണും അല്ലേ. അപ്പൊ ആ ബാക്കിയായിട്ടുള്ളതെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് വിളിക്കും. സോ നമ്മൾ വാങ്ങിക്കുന്ന എല്ലാം തന്നെ സ്റ്റോക്കാണ്, പക്ഷെ
പകുതിയും കൂടുതലും വിറ്റുപോയി. So then it is no longer your stock. കാരണം അത് വിറ്റുപോയത് ആരാണോ അയാളാണ് ഈ പുതിയ ഓണർ. So വിൽക്കാതെ കിടക്കുന്നതൊക്കെ it will become part of your stock or inventory. And for a trading business, always you are going to have only inventory of a finished product. ഇനി ഇതിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമ്മളത് റിപ്പയർ ഒന്നും ചെയ്യാൻ നിൽക്കുകയില്ല. നമ്മൾ ആരുടെ അടുത്തേക്ക് ഓടും, നമ്മൾ ആരുടെ അടുത്തൊന്ന് വാങ്ങിച്ചു ആ കാർപ്പൻറ്ററിൻ്റെ അടുത്ത് നിന്ന് അത് ശരിയാക്കി തരാൻ പറയും. So you will have only finished product as inventory, as part of inventory or stock. Now that we have understood what are the different things that can be part of inventories, let us quickly understand what cannot be inventory. Any tools or machinery equipments or servicing equipments which you are not going to use very frequently. നിങ്ങൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പോകുന്നില്ല. അത് ചില മെഷീൻസിന് മാത്രമേ എക്സ്ക്ലൂസീവ്ലി ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ചില ടൂൾസ് അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഉണ്ടെങ്കിൽ ഫോർ എ മാനുഫാക്ചറിങ് ബിസിനസ് ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എൻ ഇൻവെന്ററി. കാരണം ആ പർട്ടിക്കുലർ മെഷീനിന് മാത്രമേ ആ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചെങ്കിൽ കൂടി, നമ്മൾ കയ്യിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി, എക്സസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇമാജിൻ നമ്മൾക്ക് 2 മെഷീൻ ഉണ്ട്, മെഷീൻ 1 ആൻഡ് മെഷീൻ 2. ഈ 2 മെഷീനിലുമുള്ള നെയിൽസ് സ്പെസിഫിക് നെയിൽസ് ആണ്. ഇമാജിൻ അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നെയിൽസ് സ്പെസിഫിക് ആണ്. M1 എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിക്കുന്ന നെയിൽസ് ആയിട്ട് നമുക്ക് M2ന് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എങ്കിൽ നമ്മൾ കുറേ മെഷീനിന് വേണ്ടി റിപ്പയർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ അത്യാവശ്യ ഘട്ടത്തിന് വേണ്ടി നമ്മൾ കുറച്ച് നെയിൽസ് എക്സ്ട്രാ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് വെക്കുക. ഈ നെയിൽസ് ഒക്കെ നമ്മളുടെ സ്പെയർ പാർട്ടിൻ്റെയും കൺസ്യൂമബിൾസിൻ്റെ ഒക്കെ കാറ്റഗറിയിൽ നമ്മൾക്ക് പെടുത്താം. പക്ഷേ അത് ഒരിക്കലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനും പോകുന്നില്ല. എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് മാത്രമല്ല നമ്മൾ M1 എന്ന് പറയുന്ന മെഷീനിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. M2ന് കൊണ്ടിടാൻ പറ്റും? ഇല്ല, ഇട്ട് കഴിഞ്ഞാൽ അത് ഫിറ്റ് ആവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കാം. സോ എക്സ്ക്ലൂസീവ്ലി ഏതെങ്കിലും ഒരു മെഷീനോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനും പോകുന്നുള്ളൂ. ആ യൂസേജ് വളരെ ഫ്രീക്വന്റ് ആകണമെന്നുമില്ല എങ്കിൽ that cannot be considered as an inventory and it has to be taken to fixed assets. അതായത് taken to ആ മെഷീൻ്റെ കൂടെ നമ്മൾ ഒത്തിരി വർഷത്തിൽ നിന്ന് നമ്മൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഒരു ഫിക്സഡ് അസറ്റിന്റെ ഭാഗമായിട്ട് തന്നെ, ഫിക്സഡ് അസറ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫിക്സഡ് അസറ്റിന്റെ ഭാഗമായിട്ട് തന്നെ കണ്ടുകൊണ്ട് we will take it to fixed assets അല്ലെങ്കിൽ non current asset category. Yeah, so I hope this is clear on what can be categorized as inventories. So once we have understood what is an inventory and what can be part of inventories, let's try to understand what are we going to learn in this chapter and why do we have to learn it. So here we are going to learn how to value inventory. ഓരോ ഇൻവെന്ററി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ആ ഐറ്റത്തിന് എങ്ങനെയാണ് ഒരു വില നിശ്ചയിക്കേണ്ടത്, ഒരു മോണിറ്ററി വാല്യൂ എങ്ങനെ അസൈൻ ചെയ്യണം, വാല്യുവേഷൻ എന്ത് വാല്യൂ അസൈൻ ചെയ്യണം, അത് നമ്മൾ പഠിക്കാൻ പോകുന്നു. എന്തിനിത് അസൈൻ ചെയ്യണം? So let us try to understand why do we require this inventory or stock valuation. Now these are the items that we have already discussed are purchased or traded by a business to sell it in the future and to earn profit out of it. ബിസിനസ് ചെയ്ത് കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ അസിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. So the first thing, why do we need its valuation, is because it helps in ascertaining the proper income of an enterprise. Ascertainment of proper income. Now how does that happen? എങ്ങനെയാണ് ascertainment of proper income എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ascertainment of income പ്രോപ്പർ ആകുന്നത്? ഇൻവെന്ററി വാല്യുവേഷൻ കറക്റ്റ് ആണ്. വാല്യുവേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഐറ്റംസിന് പ്രോപ്പർ ആയിട്ട് പൈസയിൽ മോണിറ്ററി വാല്യൂ അസൈൻ ചെയ്യുന്നതിനാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എന്ത് വാല്യൂ ആണ് ഇതിന് നിശ്ചയിക്കേണ്ടത് എന്ന് പറയുന്നത്
പ്രോസസ്സിനെയാണ് വാല്യുവേഷൻ പ്രോസസ്. സോ വൈ ഡു വി നീഡ് this valuation? First is to ascertain the proper income of a business. Now how will it be done? അത് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ നമ്മൾ കൊണ്ടാക്കാൻ അറിയണം. ട്രേഡിംഗ് അക്കൗണ്ട് പക്ഷെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ക്വിക്ലി or else let's skip that part, or else it might confuse some of you who have no idea about trading account or how it is presented. So without trading account, let's try to understand ascertainment of income എങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു ഈ സ്റ്റോക്ക് ആണ് നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റോക്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്യും. എന്തൊക്കെ പർച്ചേസ് ചെയ്യാം? ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അതിനെ ഫിനിഷ്ഡ് കൂടാക്കി എന്നിട്ട് വിൽക്കാം. ഇനി അല്ല ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു ഫിനിഷ്ഡ് കൂട് തന്നെ വാങ്ങിച്ച് അത് വിൽക്കാം അല്ലേ. So let us take up for ease of understanding a situation wherein you are a trading business and you are just buying finished goods from somewhere and you are selling it. So നിങ്ങൾ ഫിനിഷ്ഡ് ഗുഡ് വാങ്ങിക്കുന്നു, so you are purchasing it and then purchase ചെയ്യുന്നത് 100 രൂപയ്ക്കാണെന്ന് വെക്കുക. എത്ര നമ്പർ നമ്മൾ വാങ്ങിച്ചു? Imagine you have bought 4 numbers of that finished good. അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്ത് പ്രോഡക്റ്റിലാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അത് തന്നെ നിങ്ങൾ അസ്യൂം ചെയ്തു. അപ്പം 4 എണ്ണം വാങ്ങിച്ചു 100 രൂപ കൊടുത്തു. ഈ പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ 100 രൂപയ്ക്ക് തന്നെ ആയിരിക്കും വിൽക്കാൻ പോകുന്നത്? അല്ല, നമ്മൾ അതിന്മേൽ ഒരു ലാഭം ഇടും അല്ലേ. ഇമാജിൻ നമ്മളുടെ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് 20 rupees എന്ന് വെക്കാം. സോ ഐ എം ഗോയിങ് ടു സെൽ ഇറ്റ് അറ്റ് ഹൗ മച്ച് rupees? 120 rupees. 120 rupeesനാണ് ഞാനിത് വിൽക്കാൻ പോകുന്നത്. എത്ര ഐറ്റംസ്? 4 numbers. My intention is to sell it 120 rupees in total. So 100 രൂപയ്ക്ക് 4 എണ്ണം വാങ്ങിച്ച് ആ 4 എണ്ണം ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പറയാം 20 രൂപ ഞാൻ ലാഭം ഉണ്ടാക്കി. Unfortunately, assume that you could sell only 2 numbers, which means എത്ര എണ്ണം നമ്മൾ വിറ്റ് കാണും? We would have sold 120 4 എണ്ണത്തിനാണെങ്കിൽ ഒരെണ്ണത്തിന് എത്ര രൂപ വീതമായിരിക്കും? 30 രൂപ. അല്ലേ? അപ്പം 2 എണ്ണമാണ് നമ്മൾ വിറ്റതെങ്കിലോ 60 രൂപയായിരിക്കും നമ്മൾ 2 എണ്ണത്തിന് നിശ്ചയിക്കുന്നത് അല്ലേ. 2 എണ്ണം will be 60 rupees, which means remaining 2 numbers are still lying with me as stock. Yeah. So if I don't give a proper, so this is the flow of transaction. So if I don't give a proper valuation here, the profit that I am going to show in my books as that I have earned by selling 2 units will be incorrect. Yeah. So that is the reason we have to ensure that proper valuation of stock is done in my books. So according to you, what is that valuation? നമ്മൾക്കത് അടുത്ത സ്റ്റേജ് എന്താണ് സ്റ്റോക്കിന് കൊടുക്കേണ്ട വാല്യുവേഷൻ എന്ന് അറിഞ്ഞാൽ മാത്രമേ വരുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിലേക്ക് പോകാത്തത്. ഏകദേശം ഈ ഒരു സിനാരിയോ മനസ്സിലാക്കാം. സെയിൽ 60 രൂപയ്ക്ക് നടത്തി, അതിൽ 20 ആണ് വരുന്നത്, 5 rupees വെച്ച് 10 rupees ലാഭം. 10 രൂപ ലാഭം എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കണമെങ്കിൽ, പ്രോപ്പർലി കാണിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ബാക്കിയുള്ള സ്റ്റോക്കിന്റെ വാല്യുവേഷൻ കറക്റ്റ് ആയിരിക്കണം. That is because you have a formula to study later on. Yeah? With that, you will try to understand what are we trying to portray here. And this stock that you are going to have in your hands at the end of the financial year or at the end of the year when business concludes will be termed as inventory അല്ലെങ്കിൽ stock, and അതിനൊരു prefixും കൂടെ വരും. What is that prefix? That prefix is closing. അതായത്
ബിസിനസ് ക്ലോസ് ചെയ്തന്ന് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തന്ന് എൻ്റെ കയ്യിൽ ഇനി എനിക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വിൽക്കാൻ സാധിക്കുന്ന ഇൻവെന്ററി എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഇത്ര എണ്ണമാണ്, ഇത്ര രൂപ വർത്ത് ഉള്ളതാണെന്ന് നമ്മൾ പറഞ്ഞ് കാണിക്കും. So that is closing stock and inventory. So closing stock and inventory will be at the end of the financial year. And next day, അടുത്ത വർഷം തുടങ്ങുമ്പോൾ, അടുത്ത ദിവസം അടുത്ത വർഷമാണ് അല്ലേ, ഏപ്രിൽ 1 അടുത്ത ദിവസം തുടങ്ങുമ്പോൾ നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിന്റെ കച്ചവടമാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. സോ ദെൻ I can first look at my shop. നമ്മൾ ഷോപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഈ തലേ ദിവസം വിൽക്കാതെ എൻ്റെ കയ്യിൽ ബാക്കി വന്നിരുന്ന ഈ 2 സ്റ്റോക്കാണ്. സോ ഫൈനാൻഷ്യൽ ഇയർ തീരുന്ന അന്ന് ഇതിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് വിളിക്കുന്നത്. കാരണം ആ വർഷത്തെ കണക്കിൽ ക്ലോസ് ചെയ്യുന്ന അന്ന് എൻ്റെ കയ്യിൽ ഇത്ര സ്റ്റോക്ക് ഉണ്ട്. എന്നാൽ പിറ്റേ ദിവസം പിറ്റേ വർഷം തുടങ്ങിയപ്പോൾ ഇത്രയും സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഐ വിൽ സ്റ്റാർട്ട് അറ്റ് എ പോസിറ്റീവ് നോട്ട് ദാറ്റ് ഓക്കെ, ഓപ്പണിംഗ് കട തുറന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഐ ഹാവ് ദിസ് മച്ച് സ്റ്റോക്ക് ഓൾറെഡി ഇൻ ഹാൻഡ് ടു സെൽ. ഇനി ബാക്കിയുള്ളത് വീണ്ടും റീപ്ലനിഷ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. So the next day this stock immediately will be termed as opening stock or opening inventory. Am I clear? ബിസിനസ് ക്ലോസ് ചെയ്യുന്ന അന്നത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് പിറ്റേ ദിവസം ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ തുറക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിന്റെ പേര് മാത്രം മാറുകയാണ്. സോ അടുത്ത വർഷം തുടങ്ങുമ്പോൾ ആദ്യം ഞാൻ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററിനെ ആയിരിക്കും. സോ ദർ ഇസ് എ സ്മോൾ ഫോർമുല that will help you in understanding why the valuation should be done properly to ascertain proper income. That is, so in a year assume നമ്മൾ ഓൾറെഡി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് പേഴ്സൺ ആണ്. അപ്പം നമ്മൾക്ക് വർഷം തുടങ്ങിയപ്പോൾ കുറേ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. സോ ഈ സ്റ്റോക്ക് ഒക്കെയാണ് നമ്മൾ ആദ്യം വിൽക്കാൻ പോകുന്നത്. ഞാൻ എഴുതിയിരിക്കുന്ന ഷോർട്ട് ഫോം ആണ് ഓപ്പണിംഗ് ആൻഡ് ഓപ്പണിംഗ് ആൻഡ് STK. That's the general short form that we use for opening stock. എക്സാമിന് നിങ്ങൾ ഷോർട്ട് ഫോം ഒന്നും എഴുതരുത്. ക്ലാസ്സിൽ നിങ്ങൾക്ക് നോട്ട്സ് പെട്ടെന്നൊക്കെ എഴുതണമെങ്കിൽ അല്ലെങ്കിൽ ഫോർ റണ്ണിങ് നോട്ട്സ് യു ക്യാൻ റൈറ്റ് ദിസ് ഷോർട്ട് ഫോം. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ട് കച്ചവടം നടത്താൻ. പിന്നെ എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്? പുതിയതായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഫർണിച്ചർ വാങ്ങിക്കാന്ന് വെക്കുക ആ കാർപ്പൻ്ററിന്റെ കയ്യിൽ. സോ ദെൻ ഓൾറെഡി ഉള്ള 2 നമ്പേഴ്സ് സ്റ്റോക്കിന്റെ കൂടെ നിങ്ങൾ ഒരു 10 നമ്പർ പുതിയതായിട്ട് പർച്ചേസും കൂടെ ചെയ്യുകയാണ്. സോ ഈ രണ്ടും കൂടെ ചേർന്നിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക ബിസിനസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വിൽക്കാനുള്ളത്. ഇനി ഒരു വർഷത്തെ ബിസിനസ് നടന്നു എന്ന് വെക്കുക. ബിസിനസ് നടന്നു, നിങ്ങൾക്ക് 8 എണ്ണം വിൽക്കാൻ പറ്റും. You were able to sell sales 8 numbers. So that means after selling you are still left with 12 എണ്ണം വിൽക്കാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എത്ര എണ്ണം വിറ്റു? 8 എണ്ണം വിറ്റു. അപ്പോൾ വർഷം തീരുമ്പോൾ വീണ്ടും you are left with a closing stock of 4 numbers. Now how should you, and ഇതിനെ നമ്മൾക്ക് ഒന്നും കൂടെ റീഫ്രെയിം ചെയ്യാം so that proper income എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. So this can again be reframed as opening stock നമ്മളുടെ കയ്യിലുള്ളതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്ത സാധനം ആഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വിൽക്കാൻ. എന്നിട്ട് വർഷം അവസാനമാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ബാക്കി എത്രയുണ്ടെന്ന് നോക്കുക. 4 നമ്പർ. That means you have sold in the current year 8 numbers of product that you were intending to sell. So which means ഈ നമ്പറിങ്ങും ഇതിൽ അടങ്ങിയിരിക്കുന്ന വാല്യൂവും കറക്റ്റ്ലി നിങ്ങൾ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ അസർട്ടൈൻ ചെയ്യാൻ പോകുന്ന സെയില് തെറ്റിപ്പോകും. സെയില് തെറ്റിയാൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പ്രോഫിറ്റും നമ്മൾക്ക് കറക്റ്റ് ഒരു പൊസിഷൻ കിട്ടുകയില്ല. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് അസർട്ടൈൻമെന്റ് ഓഫ്
income properly. എന്തുകൊണ്ടാണ് ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് വാല്യുവേഷൻ ആവശ്യമായിട്ടുള്ളത്? കാരണം ഈ സ്റ്റോക്കും കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതും പിന്നെ പുതിയതായിട്ട് നമ്മൾ വാങ്ങിച്ചതും മാനുഫാക്ചർ ചെയ്യുന്നതും എല്ലാം കൂടെ ചേർത്താണ് ഒരു വർഷം നമ്മൾ കച്ചവടം ചെയ്യുന്നത്. സോ ഈ രണ്ട് ഫിഗേഴ്സിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ വാല്യുവേഷനിൽ നമ്മൾ അതിന് അസൈൻ ചെയ്യുന്ന വിലയ്ക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മൾ എഴുതാൻ പോകുന്ന സെയിലും അതിൽ നിന്ന് വരാൻ പോകുന്ന പ്രോഫിറ്റിനും തെറ്റ് സംഭവിക്കും. So the second reason is, as we have already mentioned, inventory or stock is an asset അല്ലെങ്കിൽ current asset. So to ensure that financial position properly ആണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. ഫൈനാൻഷ്യൽ പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എവിടെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നു എന്ന് പറഞ്ഞത്? We will show it in our balance sheet. So assets and liabilities ആണ് ട്രയൽ ബാലൻസ് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ട്രയൽ ബാലൻസിലുള്ള റവന്യൂ നേച്ചറിലുള്ള എല്ലാ ലെഡ്ജേഴ്സും P&L ട്രേഡിങ്ങിലേക്ക് പോകും. അസറ്റ് ആൻഡ് ലയബിലിറ്റി ക്യാപിറ്റൽ നേച്ചർ ഉള്ളതൊക്കെ എങ്ങോട്ടേക്ക് പോകും? ബാലൻസ് ഷീറ്റിലേക്ക് പോകും. സോ ഇൻവെന്ററി ഒരു അസറ്റ് ആയ സ്ഥിതിക്ക് അത് എങ്ങോട്ടേക്ക് പോകണം? ബാലൻസ് ഷീറ്റിലേക്ക് പോകണം അല്ലേ? സോ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പോകുന്ന ഫൈനാൻഷ്യൽ പൊസിഷൻ വിൽ ഡിപ്പെൻഡ് ഓൺ ദ പ്രോപ്പർ വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. സോ നമ്മൾ ഇൻവെന്ററി എന്ന് പറഞ്ഞ് കാണിക്കുന്ന എമൗണ്ട്സിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പോകുന്ന ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ അസറ്റിന്റെ വിലയും തെറ്റി പോകും. സോ ദാറ്റ് ഈസ് അനദർ റീസൺ which leads us to ensure that valuation of inventory should be properly done. The third point is, it helps you in ascertaining the liquidity position of an enterprise. എന്താണ് ഈ ലിക്വിഡിറ്റി പൊസിഷൻ? ഇപ്പോൾ കുറച്ച് പുതിയ പുതിയ വാക്കുകൾ നിങ്ങൾ പഠിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾക്ക് കുറേ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ അസറ്റുകൾ മേലൊക്കെ നിങ്ങൾക്ക് അവകാശമുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അല്ലേ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ചില അസറ്റ്സ് വളരെ വലിയ ലിക്വിഡിറ്റി ഉള്ള അസറ്റ്സ് എന്ന് പറയും. വെരി ഈസിലി ലിക്വിഡ് ആക്കാൻ പറ്റും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ് നിങ്ങൾ സയൻസിൽ പഠിച്ചത് അല്ല. ഇറ്റ് ട്രൈസ് ടു സേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും മണി ടേംസിൽ നമ്മൾക്ക് ഈസിലി മാറ്റാൻ പറ്റുന്നതിനെയാണ് ഹൈലി ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെരി ലോ ലിക്വിഡ് അസറ്റ് എന്ന് വെച്ചാലോ നമ്മൾക്കതിനെ ക്യാഷ് ആക്കി മാറ്റാം, പക്ഷെ പെട്ടെന്ന് നടക്കില്ല. എന്താണ് അതിനൊരു എക്സാമ്പിൾ? ഈസിലി മാറ്റാൻ പറ്റില്ല, വെരി ലോ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് എന്തായാലും. നിങ്ങൾക്കൊരു വീടുണ്ടെന്ന് വെക്കാം, ഹൗസ് ഉണ്ടെന്ന് വെക്കാം, ഒരു വീടുണ്ട്, ഒരു 2 നില വീടുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസിന്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് വിൽക്കണമെന്നാണ് ആഗ്രഹം. ഇന്ന് നിങ്ങളൊരു ബ്രോക്കറിനെ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേരോട് പറഞ്ഞു, പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു, ഇന്ന വീട് ഇന്ന സ്ഥലത്ത് വിൽക്കാൻ ഇത്ര ലക്ഷമാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഇന്ന് തന്നെ ഒരാൾ വന്ന് നിങ്ങളുടെ ആ വീട് കാണുമെന്ന് നിർബന്ധമുണ്ടോ? ഇനി അങ്ങനെ ഒരാൾ വന്ന് കണ്ടാൽ തന്നെ അത് അവർ വാങ്ങിക്കുമെന്ന് നിർബന്ധമുണ്ടോ? വാങ്ങിക്കുമെന്ന് നിർബന്ധം ഉണ്ടെങ്കിലും അന്ന് തന്നെ കാശ് തരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരാൾ വന്ന് ഇഷ്ടപ്പെട്ട് അതിന്റെ അഡ്വാൻസ് തന്ന വിലയെല്ലാം നെഗോഷിയേറ്റ് ചെയ്ത് ഉറപ്പിച്ച് കാശ് തരുമ്പോൾ കുറച്ച് സമയം കടന്നു പോകും അല്ലേ? സോ വിച്ച് മീൻസ് എനിക്ക് ഈ ഒരു അസറ്റ് എന്റെയാണ്, എനിക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ കിട്ടും. എങ്ങനെയാ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്? ഒന്നെങ്കിൽ ഞാൻ തന്നെ അതിൽ താമസിക്കും, അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും വിറ്റാലോ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്താലോ അതിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടും. എന്താണെങ്കിലും എൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ ആ ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്, അതിന്മേലുള്ള കൺട്രോളും എനിക്കുണ്ട്. അതുകൊണ്ട് അതൊരു അസറ്റ് ആണ്. പക്ഷെ അതിനെ എത്രയും പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ എനിക്ക് പറ്റുമോ? ഇല്ല, കുറച്ച് കാലതാമസം എടുക്കും. അപ്പൊ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സിനെയൊക്കെയാണ് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തെ ലിസ്റ്റിൽ വരുന്ന എന്ത് തന്നെയാണ് എപ്പോഴും ഒരു ബിസിനസിന്റെ അസറ്റ് സൈഡിൽ വരുന്ന ഐറ്റത്തിൽ ഏറ്റവും ആദ്യം ലിക്വിഡ് അസറ്റ് നമ്മൾ പറയുന്നത് ക്യാഷ് ആയിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതന്നെ. പിന്നെ നമ്മൾക്ക് എന്ത് പറയാം? ബാങ്കിൽ കിടക്കുന്ന പൈസ, അതൊരു സേവിങ്സ് അക്കൗണ്ടിലോ കറണ്ട് അക്കൗണ്ടിലോ ആണെങ്കിൽ ആ ബാങ്കിൽ നിന്നൊരു വിഡ്രോവൽ സ്ലിപ്പ് എഴുതി കൊടുത്താൽ ബാങ്കറിന് ആ പൈസ തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ആ പൈസ തന്നേ പറ്റും, പെട്ടെന്ന് തന്നെ ലിക്വിഡ് ആക്കാൻ പറ്റും. അപ്പൊ അതേപോലെ സ്റ്റോക്ക് മറ്റൊരു അസറ്റ് ആണ്, അല്ലെ ഇൻവെന്ററി മറ്റൊരു അസറ്റ് ആണ്, വിച്ച് യു ക്യാൻ ഈസിലി convert into
ക്യാഷ്. ബിക്കോസ് ആ അസറ്റ് അല്ല, സോറി, ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്ന സാധനം തന്നെ. അപ്പോൾ അതിൻ്റെ ലിക്വിഡിറ്റി വളരെ കൂടുതൽ, കാരണം അതാണ് ഡെയിലി വിറ്റ് പോകുന്ന സാധനം. അപ്പോൾ ഡെയിലി അല്ലെങ്കിലും ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാട്, ഓരോ ബിസിനസ്സിനും വ്യത്യസ്തമായിരിക്കും ഓരോ സാധനങ്ങളൊക്കെ വിറ്റ് പോകുന്നത് നോക്കുന്നത്. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ പെട്ടെന്ന് തീർന്നു, അരിയൊക്കെ. പക്ഷേ ഒരു AC ഷോറൂമിലോ അല്ലെങ്കിൽ ഒരു കാർ ഷോറൂമിലോ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ കയറുന്ന അത്ര ആൾക്കാർ കയറണമല്ല. ബിസിനസ് അനുസരിച്ചുള്ള ഡിഫറൻസ് ഒക്കെ വരും. ഒരു ദിവസം എന്നൊരിക്കലും ലിക്വിഡിറ്റീനെ വിചാരിക്കരുത്. ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റുന്ന ഒരു അസറ്റ്. സോ ഇൻവെന്ററി ഓർ സ്റ്റോക്ക് ഇസ് സച്ച് an asset which can be easily converted into liquid. Hence, proper valuation of that inventory has to be ensured to ensure that ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്ന ഇൻവെന്ററിയിൽ കൊടുത്തിരിക്കുന്ന പൈസ നമുക്ക് എത്രയും പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നതാണെന്നുള്ളൊരു ഇമേജാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എഴുതാൻ പോകുന്ന പൈസയും കറക്റ്റ് ആയിരിക്കണം. ആൻഡ് ദ ഫോർത്ത് ഇസ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ്. അതായത് ഈ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. വേറെ നമ്മൾ പറഞ്ഞു, പല രീതിയിൽ പല ഓണർഷിപ്പ് ബേസിലുള്ള ബിസിനസ്സുകൾ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരാൾ തനിയെ ഓണറായിട്ടുള്ള ബിസിനസ്, പ്രൊപ്രൈറ്റർഷിപ്പോ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ പാർട്ട്ണർഷിപ്പായിട്ട് ജോയിൻ ചെയ്തോ, അല്ലെങ്കിൽ കമ്പനി എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഒരു കമ്പനി ആയിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി ഒരു പെർട്ടിക്കുലർ ഓഫീസിൽ രജിസ്ട്രേഷൻ എടുക്കണം. ഒരു മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ROCയിൽ പോയി രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷൻ എടുത്ത് കമ്പനിയായി മാറിയ സ്ഥാപനങ്ങൾക്കൊക്കെ കുറെ ലോസ് ആപ്ലിക്കബിൾ ആണ്, കുറെ ആക്ട് ആപ്ലിക്കബിൾ ആണ്. ആ ആക്ടിൽ പറയുന്നുണ്ട് ഇൻവെന്ററി ഷുഡ് ബി പ്രോപ്പർലി വാല്യൂഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി shown in the face of balance sheet and notes to accounts. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസിൽ പറയാം. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, കംപ്ലയൻസസ് മെൻഷൻഡ് ബൈ എ സ്റ്റാറ്റ്യൂട്ട് ഓർ ലോ. ഒരു ലോ പ്രകാരം അല്ലെങ്കിൽ ഒരു ആക്ട് പ്രകാരം നമ്മളോട് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയുന്ന ഒരു കാര്യമാണ് പ്രോപ്പർ വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി, ആൻഡ് ഇൻവെന്ററി ഷുഡ് ബി പ്രസന്റഡ് ഓൾസോ. So for that reason also we have to ensure that proper valuation നടക്കുന്നുണ്ട് എന്നുള്ളത്. So these are some of the reasons which you have to remember, or which you have to ensure that you understand it, so that നമ്മുടെ വാല്യുവേഷൻ പ്രോപ്പർ ആയാൽ ഇല്ലെങ്കിൽ എന്തൊക്കെ തെറ്റ് വരുമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഒരു തിയറി ആയിട്ട് ചോദിച്ചെന്നിരിക്കാം, പക്ഷേ ഇവിടെ തിയറിറ്റിക്കൽ ഈ ഒരു ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്നൊക്കെ വളരെ ചെറിയ 4 മാർക്സിന് വരെ തിയറി ചോദിക്കാനേ സാധ്യതയുള്ളൂ. ബട്ട് ദാറ്റ് ഈസ് ഓൾസോ വെരി മിനിമൽ. കൂടുതലും പ്രോബ്ലം ബേസ്ഡ് ആയിരിക്കും ചോദിക്കാനുള്ള സാധ്യത. But it doesn't mean that you have to forget about it. Please remember it so that നിങ്ങളുടെ ബേസ് കുറച്ച് സ്ട്രോങ് ആകും. എന്താണ് ഇൻവെന്ററി, എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്കൊരു അറിവുണ്ടാകും. So now we have understood why valuation is required. So now let us move on to the most important part as to how valuation of an inventory should be done. So inventory should be valued as per, or inventory should be valued at, inventory or stock interchangeably use ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് should be valued at cost or NRV. NRV is nothing but net realizable value, whichever is less. ഇത് ത്രൂ ഔട്ട് ദ ലൈഫ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് ലെവൽ ഓഫ് സ്റ്റഡീസിലേക്ക് നിങ്ങൾ ഇന്ററിലേക്ക് ഫൈനലിലേക്ക് പോയാലും ജോബിലേക്ക് ഇറങ്ങിയാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഇൻവെന്ററി വാല്യുവേഷൻ. ഇൻവെന്ററിക്ക് ഒരു മോണിറ്ററി വാല്യൂ അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ, whichever is less. ഇത് എന്താണെന്നൊക്കെ നമ്മൾക്ക് ഇനി പറയാം. വാട്ട് ഇസ് whichever is less എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ whichever is less എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതാണോ കുറവ് അത് വേണം നമ്മൾ അസൈൻ ചെയ്യാൻ ഇൻവെന്ററിക്ക്.
because we are trying to build in the concept of prudence and most importantly conservatism. Why conservatism? ഞാൻ ഇതെന്താണെന്ന് പറയുന്നില്ലെങ്കിലും ഐ എം ജസ്റ്റ് ക്വിക്ലി ഗോയിങ് ടു കൺസർവേറ്റിസം ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇമാജിൻ നമ്മൾ കോസ്റ്റ് എന്താണെന്നും NRV എന്താണെന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വിലയാണെന്ന് വെക്കുക. ഒരു ഇൻവെൻട്രിക്ക് കോസ്റ്റ് 100ഉം നെറ്റ് റിയലൈസബിൾ വാല്യൂ 80ഉം എന്ന് വെക്കുക. So why are we following this conservatism? So cost or NRV whichever is less follow ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെൻട്രിക്ക് നമ്മൾ കൊടുക്കേണ്ട വാല്യൂ എന്താണ്? 100 ആണോ 80 ആണോ കുറവെന്ന് നോക്കുക. 80 കൊടുക്കുക. So we will say that stock with me which I can sell in the future is valued at 80 rupees. So ഈ സ്റ്റോക്ക് എന്ത് ഇൻഡിക്കേഷൻ തരും നമ്മൾക്ക്? ഒരു ലിക്വിഡിറ്റി പൊസിഷൻ ഇൻഡിക്കേഷനും, അതായത് ഈ സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ നാളെ എനിക്ക് 80 രൂപയെങ്കിലും തരുമെന്ന് എനിക്ക് മനസ്സിലാകുകയാണ്. Now if this conservatism approach was not there, ഈ ഒരു അപ്രോച്ചേ ഇല്ല എന്ന് വെക്കുക. അപ്പം നമ്മൾ കോസ്റ്റ് ഇൻവെൻട്രി നമ്മൾ കോസ്റ്റ് 100 രൂപയായിട്ടാണ് കാണിക്കുന്നതെന്ന് വെക്കുക. ഈ ഫോർമുല ഇല്ല. So then we will say സ്റ്റോക്ക് വാങ്ങിച്ചത് 100 രൂപയ്ക്കാണ്, അപ്പോൾ 100 രൂപയാണ് അതിൻ്റെ വില എന്ന് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷനിൽ നമ്മൾ ലിക്വിഡായിട്ട് എന്ത് കാണിക്കും? എത്രയും പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റുന്ന സ്റ്റോക്കിൻ്റെ വില 100 രൂപയുണ്ട്. എന്നാൽ ശരിക്കും മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റിൻ്റെ അക്സെപ്റ്റൻസ് കുറഞ്ഞു, അതായത് ആൾക്കാർക്കൊക്കെ താല്പര്യം കുറഞ്ഞു. അപ്പോൾ 100 രൂപ വില ഇട്ടാലും ഈ സാധനം വാങ്ങിക്കാൻ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ പതുക്കെ കമ്പനീസ് എന്ത് ചെയ്യും? പൈസ കുറയ്ക്കും, കാരണം കുറച്ചെങ്കിലും വിറ്റ് പോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റിൽ നിൽക്കുമ്പോൾ 100 രൂപ വിലയുള്ള സാധനത്തെ എത്രയേ കിട്ടുകയുള്ളൂ? ശരിക്കും 80 രൂപ. പക്ഷെ ഈ ഒരു കൺസർവേറ്റിസം കോൺസെപ്റ്റ് ഇല്ലാത്തത് കാരണം നമ്മൾ ഈ 80 രൂപയെക്കുറിച്ച് ബോധേഡേ ആയിട്ടില്ല എന്ന് വെക്കുക. ബട്ട് ഇൻ റിയാലിറ്റി ഇറ്റ് വിൽ നൗ ഫെച്ച് ഓൺലി 80 rupees. വി ഹാവ് നോട്ട് റെക്കോർഡഡ് ഇറ്റ് ഇൻ ബുക്സ്. നമ്മൾ ഇൻവെന്ററിന് 100 രൂപ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന് 100 രൂപ എന്ന് പറഞ്ഞ് തന്നെ കാണിച്ചു എന്ന് വെക്കുക. ആൻഡ് നെക്സ്റ്റ് ഡേ ദിസ് ഹാപ്പൻസ് ഓൺ 31st March. തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളിത് വിൽക്കാൻ പോവുകയാണ്. Nobody is ready to buy and we understood that this is going to fetch us only 80 rupees after that 4 or 5 days. So what have you done? Since you have not considered this conservatism concept, you have shown in your books of financial position a statement that or a situation that you are going to fetch 100 rupees in cash in future. But ultimately ആ ദിവസം എത്ര ഫെച്ച് ചെയ്യാൻ പറ്റുകയുള്ള നമുക്ക് ഓൾറെഡി അറിയാം. 80 രൂപയെ പറ്റുള്ളൂ, കിട്ടുള്ളൂ നമുക്ക് ഓൾറെഡി അറിയാം. എന്നിട്ട് പോലും 100 രൂപ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് എൻ്റെ കയ്യിലെന്ന് പറഞ്ഞ് നമ്മളൊരു പൊസിഷൻ ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയാണ്. വിച്ച് ഈസ് എ റോങ് ഇൻഡിക്കേഷൻ. കാരണം ബാലൻസ് ഷീറ്റ് 31 മാർച്ച് നോക്കുമ്പോൾ 100 രൂപ കിട്ടുമെന്ന് നമുക്കറിയാം. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എത്ര രൂപയെ കിട്ടുന്നുള്ളൂ, അല്ലെ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. 80 രൂപയെ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് യു ഹാവ് ഓവർ സ്റ്റേറ്റഡ് യുവർ ബാലൻസ് ഷീറ്റ്. അല്ലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാമായിരുന്നിട്ടും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളതായിട്ട്, കൂടുതൽ എമൗണ്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഉള്ളതെന്ന് പറഞ്ഞ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞു. So to ensure that this doesn't happen, this conservatism concept is brought into picture. So it means that ഏറ്റവും കുറവ് പ്രൈസ് എത്രയാണോ അതാണ് നമ്മൾ കാണിക്കുന്നത്. അതിൽ കൂടുതൽ ഫെച്ച് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം 100 രൂപയാണ് നമ്മൾ ബുക്സ് 80 രൂപയാണെന്ന് കാണിച്ചു എന്ന് വെക്കാം കൺസർവേറ്റിസം അപ്രോച്ചിൽ ഈ ഒരു ഫോർമുല വെച്ചിട്ട്. പക്ഷെ 5 ദിവസം കഴിഞ്ഞ് ബുക്സ് ഈ സാധനങ്ങൾ വിറ്റ് പോയപ്പോൾ for some reason it started fetching 100 rupees or 120 rupees. ചിലപ്പോൾ അതിന് നിങ്ങൾ വേറെ പല കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് കാണും, അല്ലെങ്കിൽ കുറേ പ്രൊമോഷൻ ആക്ടിവിറ്റി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ആൾക്കാർ പറഞ്ഞു കാണും. അപ്പോൾ കുറേ പേര് ഇൻട്രസ്റ്റഡ് ആയി വന്ന് പതുക്കെ സാധനം വില കൂടാൻ തുടങ്ങി. അപ്പോൾ കുറവ് പ്രൈസിനേക്കാളും 80 തന്നെയല്ല, അത് കൂടുതൽ വിൽക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കാം. So then it is okay because you have shown a liquidity of 80, but in reality you either fetch minimum of 80 അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ. പക്ഷെ അത് എന്ന് കാണിച്ചാൽ മതി, റിയലൈസ് ചെയ്യുന്ന അന്ന് ആ കൂടുതൽ കിട്ടിയതിനെ കുറിച്ച് നമ്മൾ ബോധറായാൽ മതി. But
പക്ഷെ ഓൾറെഡി അറിയാം അത്രയും കിട്ടില്ല എന്നറിഞ്ഞിട്ട് കൂടി എക്സ്ട്രാ കാണിച്ചിട്ട് പിന്നീട് ഒരു ലോസ് എഴുതുന്നതിനും നല്ലത് എപ്പോഴും ഓൾറെഡി ലോവർ പൊസിഷനിൽ കാണിക്കുന്നത്. അതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റിന്റെ ബിഹൈൻഡ് ഉള്ളത്. For that reason, inventory of stock has to be valued at cost or NRV, whichever is less. Now, എന്താണ് ഇതെന്നൊക്കെ നമ്മൾക്കൊന്ന് പറയാം. Cost and NRV. Now, cost കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നമ്മൾക്ക് NRV എന്താണെന്ന് നോക്കാം. As the name suggests, it is net realizable value, which means what are you going to realize by or realize from the stock, that is net realizable value reduced by any expenses incurred to sell that product. പറഞ്ഞത് കൺഫ്യൂസ്ഡ് ആയെങ്കിൽ വീണ്ടും നെറ്റ് എന്നുള്ളത് തൽക്കാലം ഒന്ന് മറന്നേക്കുക. റിയലൈസബിൾ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്റ്റോക്കിൽ നിന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോകുന്ന വാല്യൂ, അതായത് ഇത് വിൽക്കാൻ പോകുന്ന അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന പൈസ ഈസ് റിയലൈസബിൾ വാല്യൂ. അതിന്റെ ഒരു വില നമ്മൾ നിശ്ചയിച്ചതിനാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റിയലൈസിങ് സംതിങ്? യു ആർ ഗോയിങ് ടു എൻക്യാഷ് ഇറ്റ്. ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നതിനാണ് റിയലൈസിങ് എന്ന് പറയുന്നത്. ക്യാഷോ അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാഷ് ആകാൻ പാകത്തിന് ഒരു സിറ്റുവേഷനിൽ വരുന്നത്. സോ സ്റ്റോക്ക് റിയലൈസ് ചെയ്യാൻ പോകുന്ന വാല്യൂ ആണ് റിയലൈസബിൾ വാല്യൂ, വിൽക്കാൻ പോകുന്ന പൈസ. സോ എന്താണ് ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂ? Now imagine realizable value is 90. അതായത് അതിൽ നിന്ന് വിറ്റാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 90 രൂപയാണ്. പക്ഷേ അതൊന്ന് വിറ്റ് കിട്ടണമെങ്കിൽ മീഡിയേറ്റർ ആയിട്ട് നിങ്ങൾക്കൊരു ഏജന്റ് ഉണ്ടെന്ന് വെക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ആൾക്കാരൊന്നും വാങ്ങിക്കുന്നില്ല, അപ്പോൾ അങ്ങനെ ഒരു ഏജന്റിനെ ആ സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്ത് അയാളെ കൊണ്ടൊന്ന് പ്രൊമോഷൻ ആക്ടിവിറ്റി ഒക്കെ ചെയ്താണ് കുറച്ച് പേര് താല്പര്യം കാണിച്ച് നിങ്ങളുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ആ ഏജന്റ് ഫ്രീ ആയിട്ട് നമ്മൾക്ക് ഇതൊക്കെ ചെയ്തു തരും? ഇല്ല, നമ്മൾ അയാൾക്കൊരു കാശ് കൊടുക്കണം. അപ്പോൾ അയാൾക്ക് നമ്മൾ ആ സെയില്, ആ കച്ചവടം നടത്തി പോവാൻ അയാൾ നമ്മളെ സഹായിക്കുന്നത് നമ്മൾ അയാൾക്ക് ഒരു 10 രൂപ കമ്മീഷൻ കൊടുക്കുകയാണെന്ന് വെക്കാം. So which means ultimately you are going to earn only 80 rupees by selling that stock, even though you will realize 90 from it. പക്ഷെ നെറ്റ് നിങ്ങളുടെ കയ്യിൽ എത്രയേ വരുള്ളൂ? നെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും എന്താണ്? There are two words that you have to remember in accounts: gross and net. Gross means that is the a higher amount, അല്ലെങ്കിൽ ഗ്രോസ് ആയിട്ട് മുഴുവനായിട്ടും നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഒരു എമൗണ്ട്. അപ്പം നമ്മൾ പറയുകയാണ് റിയലൈസബിൾ വാല്യൂ ഇസ് ദ ഗ്രോസ് എമൗണ്ട് ദാറ്റ് യു ആർ ഗോയിങ് ടു ഫെച്ച് ബൈ സെല്ലിംഗ് ദിസ് യൂണിറ്റ്. ആ സാധനം വിറ്റാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശരിക്കുമുള്ള പൈസ, ഗ്രോസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്, മുഴുവനായിട്ടും കിട്ടാൻ പോകുന്നത് എത്രയാണ്? 90 രൂപ. ഇനി നെറ്റ് ആണെങ്കിലോ ഈ ഗ്രോസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതാണ്, അതിനെയാണ്, അതായത് ആ ലോവർ എമൗണ്ട്. സോ ഹിയർ ആ 10 രൂപ കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നതാണ് നെറ്റ്. ദാറ്റ് ഈസ് നെറ്റ് യു ആർ ഗോയിങ് ടു റിയലൈസ് ഇൻ ഹാൻഡ്. ക്യാഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത് 80 മാത്രമേ. 90 വരുമായിരിക്കും, പക്ഷെ വന്ന ഉടനെ 10 രൂപ ആർക്കെടുത്ത് കൊടുക്കണം? കമ്മീഷനായിട്ട് ഏജന്റിന് എടുത്ത് കൊടുക്കണം. സോ ഇൻ ടോട്ടൽ ഇത് രണ്ടും നടന്നു കഴിയുമ്പോൾ എൻ്റെ പോക്കറ്റിലേക്ക് എത്രയേ വരികയുള്ളൂ? 80 രൂപ. അതിനെയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഈ എക്സാമ്പിളിൽ നെറ്റ് 80ഉം ഗ്രോസ് എന്ന് പറയുന്ന ഫിഗറുമാണ്. സോ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ സംടൈംസ് ഇൻവെന്ററി വിൽ ഓൾസോ ബി വാല്യൂഡ് അറ്റ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞൊരു സിറ്റുവേഷൻ എടുക്കുക, വേറെ നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ കോസ്റ്റിന്റെ ഡെഫിനിഷൻ എന്താണെങ്കിലും കോസ്റ്റ് ഒരു വില നമ്മൾ എത്തുമല്ലോ, അതും നമ്മൾക്ക് വിറ്റ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടാൻ സാധ്യതയുള്ള പൈസയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വിറ്റ് കിട്ടാൻ പോകുന്ന പൈസ കുറവാണെന്ന് വെക്കാം. ബിക്കോസ് യുവർ പ്രോഡക്റ്റ് ഇസ് നോട്ട് ഡൂയിങ് വെൽ ഇൻ മാർക്കറ്റ്. ആൾക്കാർക്ക് താല്പര്യമൊക്കെ കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ പോകുന്ന കുറവാണ്. സോ ആ ഒരു പ്രൈസിലായിരിക്കും നിങ്ങൾ ആ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യാൻ പോകുന്നത്. സോ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഇസ് ബേസ്ഡ് ഓൺ യുവർ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് അൾട്ടിമേറ്റ്ലി ആണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് യുവർ സ്റ്റോക്ക്. അപ്പോൾ അതിൽ നിന്ന് ആ സെയിൽ നടത്താൻ വേണ്ടിയുള്ള ചെലവുകൾ എന്തെങ്കിലും നിങ്ങൾ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ
അത് കുറയ്ക്കണം. എന്ന് വെച്ച് എല്ലാ ചെലവുകളുമല്ല, ആ സെയിൽ നടത്താൻ നിങ്ങൾ ഇൻകർ ചെയ്ത ചെലവുകൾ മാത്രം. ഇപ്പൊ ഏജന്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ സെയിലേ നടക്കില്ലല്ലോ. അപ്പോൾ ഈ എക്സ്പെൻസ്, ഏജന്റിന് കൊടുക്കേണ്ട കമ്മീഷൻ എന്ന് പറയുന്ന ചെലവ് ഇൻകർ ചെയ്തതേ സെയിൽസ് നടത്താൻ വേണ്ടി ആയത് കാരണം യു വിൽ റെഡ്യൂസ് ഇറ്റ്. സോ എനി അതർ എക്സ്പെൻസ്, യുവർ സ്റ്റാഫിന് ചിലപ്പോൾ ഫുഡ് എക്സ്പെൻസ് ആണെന്ന് നോക്കാം. ഇപ്പൊ സ്റ്റാഫിന് ആ ദിവസത്തെ ഫുഡ് എക്സ്പെൻസോ അല്ലെങ്കിൽ ട്രീറ്റോ ഒന്നും കൊടുത്തില്ലെങ്കിലും ഈ സെയിൽ നടന്നത്, അങ്ങനെയുള്ള എക്സ്പെൻസ് ഒന്നുമല്ല കുറയ്ക്കാൻ പറഞ്ഞത്. An expense that has been incurred by the business exclusively to ensure that this sale takes place. That is net realizable value ൽ നിന്ന് adjust ചെയ്യുന്ന ചെലവ്. So net realizable value depend ചെയ്തിരിക്കുന്നത് എന്തിലാണ്? Selling price of stockലാണ്. So എന്താണ് കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിനകത്ത് അടങ്ങിയിരിക്കുന്നത്? Cost is three types of cost. Cost is a sum of three types of cost. First is purchase cost. രണ്ടാമത്തേത് conversion cost. And third one is other cost attributable to production, stock. So the components of cost, it's a combination of purchase cost. We will mention this. Now why is it different? Why did I change? I'll put that through. But anyway, cost of purchase, conversion cost, and other costs attributable to production of stock or inventory. So cost of purchase എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു സാധനം വാങ്ങിക്കുക, റോ മെറ്റീരിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ് ആയിക്കോട്ടെ. ഇപ്പോൾ റോ മെറ്റീരിയലിന്റെ തന്നെ കാര്യം എടുക്കാം. ആ റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചു, അതിന് നമ്മൾ കുറച്ച് കാശ് കൊടുത്തായിരിക്കുമല്ലോ വാങ്ങിച്ചത്, അതിനെ നമ്മൾ പർച്ചേസ് കോസ്റ്റ് എന്ന് വിളിക്കും. ഇനി ആ ഗുഡ്സ് നമ്മളുടെ കൈകളിലേക്ക് എത്താൻ, പ്രൊഡക്ഷന് വേണ്ടി നമ്മളുടെ ബിസിനസ്സിലേക്ക് എത്താൻ ചിലപ്പോൾ നമുക്ക് ഒരു ലോറിയോ ഒരു ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതിന് കൊടുക്കുന്ന ഫ്രൈറ്റ് ചാർജസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, freight of transportation, that is also important because ആ ഒരു ചാർജ് നമ്മൾ ഇൻകർ ചെയ്തിട്ട് ആ വണ്ടി അല്ലെങ്കിൽ ആ വെഹിക്കിൾ നമ്മളുടെ ഗോഡൗൺ വരെ എത്തിയില്ലെങ്കിൽ ഈ റോ മെറ്റീരിയൽ നമ്മൾക്ക് കിട്ടില്ല. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, ഇൻവെന്ററി ആയിട്ട് അല്ലെങ്കിൽ വിൽക്കാൻ പറ്റുമോ? ഇല്ല. So which means freight or transportation are expenses which are necessary for these raw material to reach me to ensure that I make some production activity in it. അപ്പോൾ നമ്മളുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഇൻകർ ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും ടാക്സ് കോമ്പണൻസ് ഉണ്ടെങ്കിൽ which are or which will not be refunded by the tax authorities, അത് എന്തെങ്കിലും റീഫണ്ട് കിട്ടേണ്ട ടാക്സ് പേയ്മെന്റ്സ് ആണെങ്കിൽ അതൊന്നും കോസ്റ്റ് ആയിട്ട് വരില്ല. പക്ഷെ നമ്മൾ ഇൻകർ ചെയ്യുന്ന ഒരു ടാക്സ് എലമെന്റ് അല്ലെങ്കിൽ ഡ്യൂട്ടി കോമ്പണന്റ് which is like ഒരു ചെലവായി പോയി കഴിഞ്ഞാൽ, അത് ഗവൺമെന്റിന് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ചെലവായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അതും കൂടെ ചേരുന്നതാണ് കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പർച്ചേസ് കോസ്റ്റ് എന്നുള്ള വാക്കൊന്ന് മാറ്റി എഴുതിയത്. പർച്ചേസ് കോസ്റ്റ് മീൻസ് ആ റോ മെറ്റീരിയലിന് മാത്രം നമ്മൾ കൊടുക്കുന്ന പൈസ. അതായത് ഇപ്പം നമ്മൾ വുഡ് വാങ്ങിച്ചു അല്ലെങ്കിൽ പോളിഷ് വാങ്ങിച്ചു, അതിനിപ്പോൾ അതിൻ്റെ ടാഗിലോ അല്ലെങ്കിൽ പുറത്തൊട്ടിച്ചേക്കുന്നതോ അല്ലെങ്കിൽ അവർ പറയുന്നതോ ബില്ലിൽ തരുന്നതോ ആയ ആ സാധനത്തിന്റെ മാത്രം പൈസ ഈസ് പർച്ചേസ് കോസ്റ്റ്. അത് മാത്രം പോരാ, അത് നമ്മളുടെ കൈകളിലേക്ക് എത്താൻ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ചെലവുകൾ ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ which is in the nature of an expense, that also will be added to cost of purchase. എക്സാമ്പിൾ ആയിട്ട് ഫ്രൈറ്റോ ട്രാൻസ്പോർട്ടേഷനോ പിന്നെ ഏതെങ്കിലും ടാക്സ് ഓർ ഡ്യൂട്ടീസ് which ultimately will not be refunded back to you by the tax authorities. അങ്ങനെ റീഫണ്ട് ഒന്നും കിട്ടാൻ സാധ്യതയില്ല, ചെലവായിട്ട് തന്നെ പോയ ടാക്സ് കോമ്പണൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. All this minus
any trade discount that you get. Trade discount നെ കുറിച്ച് നമ്മൾ സബ്സിഡിയറി ബുക്ക് പഠിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, when you buy in bulk അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇനീഷ്യലി അതിനുള്ള പൈസ എത്രയാണെങ്കിലും ആ സാധനം വിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ സപ്ലയർ നമ്മൾക്ക് അതിലൊരു ഡിസ്കൗണ്ട് എഴുതി തരും. സാധനം വിൽക്കുമ്പോൾ തന്നെ, അല്ലാതെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ തരുന്ന ഡിസ്കൗണ്ട് അല്ല. ആ സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ എത്രയെങ്കിലും ക്വാണ്ടിറ്റി അറ്റൈൻ ചെയ്തത് കൊണ്ടോ വോള്യൂം കൂടിയത് കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും റീസൺസ് കൊണ്ട് നമ്മൾക്ക് ഇമ്മീഡിയറ്റ്ലി കിട്ടുന്ന ഡിസ്കൗണ്ട് ഒക്കെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രേഡ് ഡിസ്കൗണ്ടും ഈ കോസ്റ്റിൽ നിന്ന് കുറയണം. പിന്നെ അതേപോലെ എന്തെങ്കിലും റീഫണ്ടോ എന്തെങ്കിലും ഡിസ്കൗണ്ട്സോ അല്ലെങ്കിൽ ടാക്സ് റീഫണ്ട് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോസ്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കാം. സോ അൾട്ടിമേറ്റ്ലി ദേ ആർ ട്രൈങ് ടു സേ ദാറ്റ് നമ്മൾ സപ്ലയറിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട കാശും പിന്നെ അത് നമ്മളുടെ കൈകളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ അഡീഷണലി ഒരു ട്രാൻസ്പോർട്ടേഷനോ അങ്ങനെയൊക്കെ ഇൻകർ ചെയ്യുന്നത് എല്ലാം കൂടി ചേർന്നതാണ് കോസ്റ്റ് ഓഫ് പർച്ചേസ്. Now what is conversion cost? ഈ കോസ്റ്റ് വരുന്നത് ആർക്കാണ്? കൺവേർഷൻ. അപ്പോൾ കൺവേർഷൻ എന്ന വാക്ക് നമ്മൾക്ക് മനസ്സിലാക്കും. കൺവേർട്ട് ചെയ്യുക, ഒരു സ്ഥിതിയിൽ നിന്നല്ല ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് കൺവേർഷൻ കോസ്റ്റ്. So this basically happens in a manufacturing entity wherein you have wood wood polish, nails, etc. and you have to convert it into a chair. സോ ആ കൺവേർഷന് വേണ്ടി ഇത് വെറുതെ വുഡും പോളിഷും ഒക്കെ നമ്മുടെ ഒരു ഗോഡൗണിൽ ഒരു കോണിൽ കൊണ്ട് വെച്ചാൽ അത് ചെയറായി മാറ്റി കിട്ടും? ഇല്ല. അതിന് നമ്മളൊരു കാർപ്പൻറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം, അല്ലേ? അയാൾക്ക് കുറച്ച് സാലറി അല്ലെങ്കിൽ വേജസ് കൊടുക്കണം. സാലറി അല്ല, വേജസ്. സാലറി വിൽ ജനറലി ബി ഗിവൻ ടു അഡ്മിനിസ്ട്രേറ്റീവിൽ വർക്ക് ചെയ്യുന്നവർക്കാണ്. സോ ഡെയിലി വേജിൽ ഒരു പ്രോഡക്റ്റിനെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ദിവസക്കൂലി എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് വേജസ്. സോ അങ്ങനെ നമ്മൾ ഇൻകർ ചെയ്യുന്ന വേജസ് അല്ലെങ്കിൽ ലേബർ ചാർജസ് എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. സോ ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡായി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഇൻകർ ചെയ്യുന്ന എല്ലാ ചെലവുകളും എവിടെ വരും? കൺവേർഷൻ കോസ്റ്റിനുള്ളിൽ വരും. ഇനി ഇതിലൊന്നും പെടാതെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി സഹായിക്കുന്ന വേറെ ഏതെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ വിച്ച് വിൽ എൻഷുർ ദാറ്റ് നമ്മൾ വിൽക്കേണ്ട പ്രോഡക്റ്റ് റെഡിയായി വരുന്നുണ്ട്, പ്രൊഡക്ഷൻ അസിസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഏതെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ വിൽ ബി ആഡഡ് ഓൺ ടു ദിസ് added on to the two cost. ഈ മൂന്നും കൂടെ ചേരുന്നതാണ് കോസ്റ്റ് എന്ന് പറയുന്ന ആ സിംഗിൾ വേർഡ്. സോ കോസ്റ്റ് ഓഫ് ആൻ ഇൻവെന്ററി ഷുഡ് ബി valued as a sum of cost of purchase, conversion cost and any other cost not covered in the above two categories, but still they are going to assist you in producing a stock of particular inventory or product. ഈ മൂന്നെണ്ണം കൂടെ ചേരുന്നതാണ് കോസ്റ്റ്. ഈ മൂന്നെണ്ണം എപ്പോഴും വേണമെന്നില്ല, ഇപ്പോൾ കൺവേർഷൻ കോസ്റ്റ് ഇല്ലാത്തതായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് ഓഫ് ആൻ ഇൻവെന്ററി എന്ന് പറയുന്ന കോസ്റ്റിനകത്തെ ഡെഫിനിഷൻ. Now what shouldn't you include? Not to include in cost. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല? You shouldn't include abnormal loss or abnormal wastage. So another word that we have introduced now is abnormal loss. അപ്പോൾ abnormal എന്ന് പറഞ്ഞ ഒരു ലോസ് ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഒരു നോർമൽ ലോസ് ഉണ്ടാവും, അല്ലേ? So quickly we will explain that abnormal loss and normal loss. So if you have already listened to consignment accounts, maybe you understood about it already. But anyway, let us quickly talk about it. നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ പ്രത്യേകത കാരണം നമ്മൾ സാധനം വാങ്ങിച്ച് ഫൈനൽ കസ്റ്റമറിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നടക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് നഷ്ടങ്ങൾ കാണും. ഇപ്പോൾ നമ്മൾ ഐസ് ആണ് നമ്മളുടെ ബിസിനസ് പ്രോഡക്റ്റ് എന്ന് വെക്കുക. നമ്മൾ ഐസ് ബിസിനസ്സിലേക്കാണ്. അപ്പം മീനിനൊക്കെ വേണ്ടിയുള്ള, അല്ലെ, ഫിഷിനോ അല്ലെങ്കിൽ പോൾട്രി, അതിനൊക്കെ ഐസ് ബ്ലോക്സ് ആയിട്ട് വിൽക്കുന്ന കുറേ കച്ചവടങ്ങൾ കാണും. അപ്പോൾ ഈ ഐസ് ബ്ലോക്കാണ് നമ്മുടെ കച്ചവടം എന്ന് വിചാരിക്കുക. അപ്പോൾ ഐസ് ബ്ലോക്ക് നമ്മൾ 1 കിലോയുടെ ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ 1 കിലോ ബ്ലോക്ക് ചിലപ്പോൾ നമ്മൾ വേറൊരാളുടെ നിന്ന് എടുക്കാമെന്ന് വെക്കാം. ഈ ഐസ് ബ്ലോക്ക് നമ്മൾ എന്നിട്ട് ഈ ഫിഷറീസിലേക്കോ എങ്ങോട്ടേക്കാണോ വിൽക്കുന്നത് അവരുടെ കയ്യിൽ എത്തുമ്പോൾ കുറച്ച് ഗ്രാം കുറഞ്ഞു എന്ന് വെക്കാം.
അത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അറിയാവുന്ന നഷ്ടമാണ്. കാരണം ഐസിൽ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്കറിയാം കുറേയൊക്കെ വെള്ളമായി പോകും അല്ലേ, കുറേയൊക്കെ ആവിയായി പോകും. അങ്ങനത്തെ ലോസ് ഓൾറെഡി ഈ ബിസിനസ്സിലും ഈ പ്രോഡക്റ്റിൽ ഡീൽ ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള എല്ലാ നഷ്ടങ്ങളും അബ്നോർമൽ ലോസ് ആണ്. നോർമൽ ലോസ് ആണ്. എന്താണ് അബ്നോർമൽ ലോസ്? നമ്മളുടെ എന്താണ് അബ്നോർമൽ ലോസ്? നമ്മളുടെ കൺട്രോളിൽ നമ്മൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ലോസ് ആണ്, പക്ഷെ നമുക്ക് നിർത്താൻ പറ്റില്ല. ഇമാജിൻ ഒരാൾ മോഷ്ടിച്ചോണ്ട് പോയി. ദാറ്റ്സ് ആൻ അബ്നോർമൽ ലോസ്. കുറച്ചുകൂടി സെക്യൂരിറ്റി വെച്ചിരുന്നെങ്കിൽ നമ്മൾക്കത് സേവ് ചെയ്യായിരുന്നു. ഇനി നമ്മളുടെ കൺട്രോളിൽ അല്ലാത്ത എല്ലാ ലോസും അപ്പൊ നോർമൽ ലോസ് ആകണമെന്നുണ്ടോ? ഇല്ല. എക്സാമ്പിൾ നാച്ചുറൽ കലാമിറ്റി. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ ഐസ് ബ്ലോക്ക് ഇവാപ്പറേറ്റ് ആയാലും വെള്ളമായി പോകുന്നു അല്ലെ, അപ്പൊ ഐസിന്റെ വെയിറ്റ് കുറഞ്ഞു പോകുന്നു. അതിനെയൊക്കെയാണ് നോർമൽ ലോസ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ മേൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ല. നമുക്ക് ചിലപ്പോൾ ഫ്രീസറോ അല്ലെങ്കിൽ നമ്മുടെ റൂം, നമ്മൾ ഈ ഐസ് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം അതനുസരിച്ച് ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്തെന്നിരിക്കാം. എന്നാൽ പോലും നമ്മളുടെ കൺട്രോൾ ഫുള്ളി നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ചെങ്കിലും നഷ്ടം വന്നെന്നിരിക്കും. സോ നമ്മൾക്ക് ഒരു കൺട്രോളും ഇല്ലാതെ വരുന്ന എല്ലാ നഷ്ടങ്ങളും അപ്പൊ നോർമൽ ലോസ് ആണോ? അല്ല. അങ്ങനെ മാത്രമല്ല ചിന്തിക്കേണ്ടത് നോർമൽ ലോസിനെ. എനി ലോസ് ദാറ്റ് ഡസന്റ് ഹാപ്പൻ ഫ്രീക്വന്റ്ലി ഓൾസോ. നമ്മളുടെ കൺട്രോളിലുമല്ല, ഫ്രീക്വന്റ്ലി നടക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ലോസും കൂടി ആണെങ്കിൽ മാത്രമാണ് that becomes a normal loss. So natural calamities ആ കാറ്റഗറിയിൽ ഫോളോ ചെയ്യില്ല because of the second reason. എന്താണ് സെക്കൻഡ് റീസൺ? ഫ്രീക്വന്റ്ലി നടക്കുന്ന ഒരു ലോസ് ആണെങ്കിൽ. അപ്പോൾ ഐസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഡീൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം കുറേയൊക്കെ വെള്ളമായി പോകുന്നു. പക്ഷെ നാച്ചുറൽ കലാമിറ്റി ആയ ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഒരു തീപിടുത്തമോ അല്ലെങ്കിൽ ഭൂമികുലുക്കോ അതൊക്കെ നാച്ചുറൽ കലാമിറ്റി ആണ്. നമുക്ക് അതിന്മേൽ കൺട്രോൾ ഒന്നുമില്ല. പക്ഷെ ഡെയിലി വന്നുകൊണ്ടിരിക്കും ഇല്ല. ഇനി വന്നു കഴിഞ്ഞാൽ ഐസ് ബ്ലോക്കിന്റെ ബിസിനസ് ചെയ്യുന്ന ഒരാൾ ആലപ്പുഴയിലും ഉണ്ട്, ഒരാൾ എറണാകുളത്തും ഉണ്ട്. ഇനി രണ്ട് സ്ഥലത്തും ഒരേപോലെ ഈ നാച്ചുറൽ കലാമിറ്റി വരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ നോർമൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് ദോസ് ലോസസ് വിച്ച് യു കനോട്ട് കൺട്രോൾ ആൻഡ് വിച്ച് ജനറലി ഹാപ്പൻസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയിൽ തന്നെ വരുന്നതാണ്. ഈ പ്രോഡക്റ്റ് ഡീൽ ചെയ്യുമ്പോൾ തന്നെ വരുമെന്ന് നമ്മൾക്ക് ഉറപ്പുള്ളതും ആയിട്ടുള്ള ലോസ് ആണ്. അബ്നോർമൽ ലോസ് ആണെങ്കിലോ നമ്മൾക്ക് ചിലപ്പോൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്താൽ കുറയ്ക്കാവുന്ന ഒരു ലോസ് ആണ്. വിച്ച് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു, മോഷ്ടിച്ചുകൊണ്ട് പോയി അല്ലെ ആരെങ്കിലും കള്ളത്തരം കാണിച്ചു. അത് നമ്മൾക്ക് കൺട്രോൾ ചെയ്താൽ കുറയ്ക്കാവുന്നതാണ്. ഒരു സെക്യൂരിറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ മോഷണം രക്ഷിക്കായിരുന്നു. അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് കുറച്ച് നല്ലതായിരുന്നെങ്കിൽ, കെട്ടുറപ്പുള്ളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ തെഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. അപ്പം നമ്മുടെ കൺട്രോളിനുള്ളിൽ ഉള്ളതാണ്, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ലോസ് അബ്നോർമൽ ലോസ് ആണ്. അത് മാത്രമല്ല ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഒരു ലോസ് അല്ല. ഈ ബിസിനസ്സിൽ കയറിയത് കൊണ്ട് നടക്കുന്ന ഒരു ലോസ് അല്ല ഫ്രീക്വന്റ്ലി ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ എൻ്റെ ബിൽഡിങ്ങിന് തീ പിടിച്ചു എന്ന് വെച്ച് എൻ്റെ പോലെ ബിസിനസ് ചെയ്യുന്ന തൊട്ടടുത്ത കച്ചവടക്കാരൻ്റെ ബിൽഡിങ്ങിന് തീ പിടിക്കണം എന്ന് നിർബന്ധമില്ല. വെള്ളപ്പൊക്കം വന്ന് ഞാൻ എഫക്റ്റ് ആയെന്ന് വെച്ച് ആ ഇൻഡസ്ട്രിയിലുള്ള വേറൊരാൾ എഫക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. So abnormal loss is something which doesn't happen on a regular basis. Once in a blue moon affect ചെയ്യുന്നതായ നഷ്ടങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ലോസ് ഒരിക്കലും നമ്മളുടെ കോസ്റ്റിനുള്ളിൽ ഇൻക്ലൂഡ് ആവാൻ പാടില്ല. Now how do you say that ഇൻക്ലൂഡ് ആവാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം അപ്പോൾ ഓൾറെഡി ഇൻക്ലൂഡ് ആയോ? അപ്പോൾ അബ്നോർമൽ ലോസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൺസൈൻമെന്റ് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിയാമായിരിക്കും. ബട്ട് എനിവേ ലെറ്റ് us quickly discuss that also. നമ്മളൊരു സാധനം ഫുഡ് വാങ്ങിച്ചു എന്ന് വെക്കാം. നമ്മളൊരു തടി വാങ്ങിച്ചു, ചെയർ പണിയും. അപ്പോൾ വാങ്ങിച്ചപ്പോൾ എത്രയോ കിലോ അല്ലെങ്കിൽ ഇത്ര കഷ്ണങ്ങളാണ് വാങ്ങിച്ചത്. നമുക്ക് ചെയറിന് ആവശ്യമുള്ളത്. ഇപ്പോൾ 10 നമ്പേഴ്സ് അല്ലെ 10 ബ്ലോക്ക് ആണ് വാങ്ങിച്ചതെന്ന് വെക്കാം, തടി കഷ്ണങ്ങൾ. ഈ 10 ബ്ലോക്ക് നമ്മളുടെ അടുത്തെത്തി. അതിൽ ഒന്ന് നമ്മളുടെ അശ്രദ്ധ കാരണം വെള്ളപ്പൊക്കം എല്ലാം വന്നോ അല്ലെങ്കിൽ തീപിടുത്തം വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരെണ്ണം ഒഴുകിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ 10 എണ്ണത്തിന്റെ കോസ്റ്റ് നമ്മൾ ഓൾറെഡി ബെയർ ചെയ്താണ്. അതായത് നമ്മൾ ആ സപ്ലയറിന്റെ കയ്യിൽ നിന്ന് 10 വുഡ് ബ്ലോക്കിനാണ് കാശ് കൊടുത്തത്. അപ്പോൾ അത് എവിടെ കയറി വന്നിട്ടുണ്ട്? ഈ കോസ്റ്റ് ഓഫ് പർച്ചേസിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി, വിച്ച് ഈസ് ആൻ അബ്നോർമൽ ലോസ്. എങ്ങനെയാണ് നഷ്ടമായത്?
എൻ്റെ അശ്രദ്ധ കൊണ്ടും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ഒരു സിറ്റുവേഷൻ വന്നല്ല, ഒരു നാച്ചുറൽ കലാമിറ്റി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരെണ്ണം നഷ്ടമായി. ദാറ്റ് ഈസ് എൻ അബ്നോർമൽ ലോസ്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഓൾറെഡി ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതിൽ 10 എണ്ണത്തിൻ്റെ വില കയറിപ്പോയി. ഇനി ഈ അബ്നോർമൽ ലോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലെങ്കിൽ ഈ 10 എണ്ണത്തിൻ്റെ വിലയിൽ നിന്ന് ഞാൻ എന്ത് എലിമിനേറ്റ് ചെയ്യണം? ആ അബ്നോർമൽ ലോസ് ആയി പോയ ആ വുഡ് ബ്ലോക്കിന് വേണ്ടി ഞാൻ ചെലവാക്കിയ പൈസ ഞാൻ എലിമിനേറ്റ് ചെയ്യണം. ദസ് എൻഷുറിങ് ദാറ്റ് അബ്നോർമൽ ലോസ് ഒന്നും കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ആവുന്നില്ല എന്നുള്ളത്. നോർമൽ ലോസ് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ബിസിനസ്സിലേക്ക് കയറുമ്പോഴേ നമ്മൾക്ക് അറിയാവുന്നതാണ് ഈ ലോസ് വരുമെന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ക്യാൻ ബി പാർട്ട് ഓഫ് മൈ കോസ്റ്റ് ആൻഡ് വി ആർ ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷെ അബ്നോർമൽ ലോസ് എല്ലാവർക്കും വരണമെന്നില്ല, വൺസ് ഇൻ എ ബ്ലൂ മൂണേ വരാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ലോസ് ഒന്നും നമ്മളുടെ കോസ്റ്റിലേക്ക് കയറി പോകാൻ പാടില്ല. The second one, abnormal loss. പിന്നെ ഏതെങ്കിലും സ്റ്റോറേജ് കോസ്റ്റ്, ഏതെങ്കിലും സ്ഥലം, ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് സൂക്ഷിച്ചു വെക്കാൻ ഞാനൊരു സ്റ്റോറേജ് സ്പേസ് തപ്പിവെച്ചു, അതിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചിലവാക്കുകയാണ്. ഇനി ആ സ്റ്റോറേജ് കോസ്റ്റ് എപ്പോഴൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? ഏത് സ്റ്റോറേജ് കോസ്റ്റ് വന്നാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്നാണ്? അല്ല, ഈ സ്റ്റോറേജ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് നെസസറി ആണ് ടു എൻഷുർ ദാറ്റ് എനിക്കൊരു പ്രോപ്പർ ഫിനിഷ്ഡ് ഗുഡ് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റണമെന്ന് നിർബന്ധമായിട്ടും ചെയ്യണമെങ്കിൽ, ആ ഒരു പ്രോപ്പർ അടച്ചുറപ്പുള്ള ഒരു സ്റ്റോറേജ് റെന്റിന് എടുക്കണമെങ്കിൽ അതിനുവേണ്ടി ചിലവാക്കിയത് കോസ്റ്റിൽ ഇൻക്ലൂഡ് ആവും. പക്ഷേ ആ ഒരു സ്റ്റോറേജ് സ്പേസ് അല്ലെ വെയർ ഹൗസ് വലിയ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ 100 സ്ക്വയർ ഫീറ്റ് മതി, ഞാനൊരു 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയൊരു ഗോഡൗൺ സ്പേസ് തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതായത് അൺനെസസറി ആണ് ആ 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്റ്റോറേജ് സ്പേസ് നമ്മൾ എടുത്തത്. ആ അഡീഷണൽ സ്റ്റോറേജ് സ്പേസ് എടുത്തത് കൊണ്ട് നമ്മുടെ കൺവേർഷന് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരാൻ പോകും, നമ്മുടെ ഫിനിഷ്ഡ് ഗുഡും വലിയൊരു ചെയറായിട്ടൊന്നും മാറാൻ പോകുന്നില്ല. അങ്ങനെയുള്ള സ്റ്റോറേജ് കോസ്റ്റ് മാത്രം, which are not going to help you in finally producing a finished product of good quality, എങ്കിൽ don't include such storage cost. പക്ഷെ അത് അനിവാര്യമാണ്, നെസസറി ആണ് ടു എൻഷുർ ദാറ്റ് പ്രൊഡക്ഷൻ ക്യാരീസ് ഔട്ട് പ്രോപ്പർലി, ദെൻ സ്റ്റോറേജ് കോസ്റ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ആസ്റ്ററിക് മാർക്ക് ഇടുകയാണ്. യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് വിച്ച് സ്റ്റോറേജ് കോസ്റ്റ് ഷുഡ് ഇറ്റ് ബി ഇൻക്ലൂഡ്. The next is any other administration cost, administration cost or overheads, അത് ജനറലി ഇൻക്ലൂഡ് ചെയ്യില്ല. പിന്നെ ഇവിടെ എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ കോസ്റ്റിൻ്റെ ലിസ്റ്റിൽ 3 ലിസ്റ്റ് പറഞ്ഞിരുന്നു അല്ലേ? അതിൽ അവസാനത്തേത് ഒരു റെസിഡ്യൂറി കാറ്റഗറി ആയിട്ട് അതർ കോസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഈ അതർ കോസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഏതും വേണമെങ്കിൽ പറയാം, ഇനി അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൻ്റെ നേച്ചറിലുള്ളത്, ബട്ട് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓർ സ്റ്റോക്ക് ഓർ ഇൻവെൻട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല, പക്ഷെ വൺസ് യു ഗോ ടു ഇന്റർ ആൻഡ് ഫൈനൽ ലെവൽ യു വിൽ ലേൺ അബൌട്ട് ഇറ്റ്. ബോറോയിങ് കോസ്റ്റ്, നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ മച്ച്, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്നിരിക്കും. ചില കോസ്റ്റ് ഉണ്ട്, അത് ഡയറക്റ്റ്ലി കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് കൺവേർഷൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അസൈൻ ചെയ്യാൻ പറ്റിയത്. പക്ഷേ ആ കോസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന രീതിയിൽ വരുന്ന ചില അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റുകളും നമുക്ക് ഇൻകർ ചെയ്ത് നിൽക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ബോറോയിങ് കോസ്റ്റ് പറഞ്ഞത്. സോ ആ ഒരു ബൈഫിക്കേഷൻ അല്ലെ ആ ഒരു റെസിഡ്യൂറി കാറ്റഗറി ഈ മൂന്നാമത്തെ പോയിന്റിൽ കിടക്കുന്നത് കൊണ്ടാണ് നോട്ട് ടു ഇൻക്ലൂഡ് ലിസ്റ്റിനകത്ത് അവർ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഓവർഹെഡ്സ് വീണ്ടും തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വിച്ച് ഡു നോട്ട് അസിസ്റ്റ് ഇൻ എനി പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. നമ്മൾക്ക് ഇലക്ട്രിസിറ്റി വേണം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പോയിട്ട് നമ്മളൊരു പ്യൂണിനെ വെച്ചിരിക്കുകയാണ് നമ്മളുടെ ഓഫീസിൽ. ആ പ്യൂൺ ഇല്ലെങ്കിലും നമ്മളുടെ ഈ വുഡൊക്കെ വാങ്ങിച്ച് നമ്മൾ കാർപ്പൻറ്ററിനെ കൊണ്ട് ചെയർ ആക്കിയെടുക്കും. അപ്പോൾ പ്യൂണുള്ളത് ചിലപ്പോൾ നമ്മളുടെ ഓഫീസ് വർക്ക്, പേപ്പറൊക്കെ പ്രിന്റ് എടുപ്പിക്കുക, അല്ലെങ്കിൽ സാധനങ്ങൾ എന്തെങ്കിലും കൊറിയർ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കുക, അങ്ങനെ അല്ലാതെ ചിലരുടെ വർക്കിന് വേണ്ടി നമ്മളൊരു പ്യൂണിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ചെറിയ സാലറി ആണെങ്കിലും നമ്മുടെ ചിലവ് തന്നെയാണ് അല്ലേ? അപ്പോൾ അതൊന്നും നമ്മൾ കോസ്റ്റ് ഓഫ് ആൻ ഇൻവെന്ററിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമല്ല, ദോ ഇറ്റ് ഈസ് എൻ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഓഫ് overheads. So this also that do not assist in production in any activities. And fourth one is any
selling and distribution cost. നമ്മൾ പ്രൊഡക്ഷനെ അസിസ്റ്റ് ചെയ്യുന്ന കോസ്റ്റുകൾ എന്നല്ലാണ്. അപ്പോൾ എന്താണ് ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ? ഇതെല്ലാം നമ്മൾ ഷെയർ ആക്കി ഉണ്ടാക്കി വെച്ചാൽ മതിയോ? ഇല്ല. ഇപ്പം നിങ്ങൾ തന്നെ നമ്മുടെ ആലപ്പുഴയിൽ തന്നെ പല ഇങ്ങനത്തെ ഫർണിച്ചർ ഷോപ്സ് ഉണ്ട് അല്ലേ? ഇപ്പോൾ പത്രത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഈ കടകളുടെയൊക്കെ പാംഫ്ലെറ്റ് കിട്ടും. എന്താണ് അവർ ചെയ്യുന്നത്? ഇന്ന ഫർണിച്ചർ ഷോപ്പിൽ ഇന്ന സാധനങ്ങളുണ്ട്, ഇത്ര ഓഫർ കിട്ടുന്നുണ്ട്, ഇത്ര ഡിസ്കൗണ്ടിലാണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്നൊക്കെ അറിയിക്കാൻ അവരെന്ത് ചെയ്യും? തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരാൾക്കാരെ വിട്ട് പാംഫ്ലെറ്റ് അഡ്വർടൈസ്മെന്റ് നടത്തുകയാണ്. ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അതായത് സെയിൽസ് കൂട്ടാൻ അല്ലെങ്കിൽ സെയിൽസ് എൻഷുർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണ്. പക്ഷേ പ്രൊഡക്ഷൻ നടന്ന് കംപ്ലീറ്റ് ആയ ഒരു ചെയർ ആകണമെങ്കിൽ ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആയ അഡ്വർടൈസ്മെന്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത് ഇൻകർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അതായത് ഈ പാംഫ്ലെറ്റ് കൊണ്ട് ബിസ്മിയിൽ ചെല്ലുന്നവർക്കോ പ്രീമിയർ എന്റർപ്രൈസസ് ആലപ്പുഴയിൽ ചെല്ലുന്നവർക്ക് മാത്രം കൊടുത്താൽ മാത്രമേ നമ്മൾക്കൊരു ചെയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ഇല്ല. ചെയറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് വിൽക്കാൻ വേണ്ടി നമ്മൾ ഇൻകർ ചെയ്യുന്നതാണ്. സോ ഇൻവെന്ററിയുടെ കോസ്റ്റ് കമ്പ്യൂട്ടേഷന് പ്രൊഡക്ഷൻ വരെയുള്ള കോസ്റ്റ് ആണ് നമ്മൾ ആലോചിക്കുന്നത്. പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വിൽക്കാൻ വേണ്ടി നമ്മൾ ഇൻകർ ചെയ്യുന്നതൊന്നും എൻ്റെ ഇൻവെന്ററിയുടെ കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരേണ്ടതല്ല. ദാറ്റ് വിൽ ബി അഡീഷണൽ എക്സ്പെൻസസ് ദാറ്റ് ഐ ഇൻകർ ടു എൻഷുർ ദാറ്റ് സെയിൽസ് ആർ മെറ്റ് പ്രോപ്പർലി. സോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും include ചെയ്യാൻ പാടില്ല. So ideally speaking, what all cost should be included in this cost element of an inventory valuation? Only those costs that helps you in reaching the final product through the production activity. വാങ്ങിച്ച് അത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കാൻ ഞാൻ ഏതൊക്കെ ഈ എക്സ്പെൻസ് ഇൻകർ ചെയ്യണോ അതെല്ലാത്തിൻ്റെയും കൂടെ ഒരു സമ്മാണ് ഈ കോസ്റ്റിനുള്ളിൽ വരുന്നത്. So this is how valuation of inventory should happen. Inventory or stock should be valued at cost or NRV, whichever is less. Now, this is concept you are going to learn in AS2. അപ്പോൾ AS2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ലെങ്കിലും ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് അല്ലേ? പല പ്രിസ്ക്രൈബ്ഡ് standards ഉണ്ട് for certain items in a financial statement which require assistance or guidance. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് ഇൻവെന്ററി ഓർ സ്റ്റോക്ക്. അതിൻ്റെ ഗൈഡൻസ് ആയിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2. അതിനുള്ളിൽ പറയുന്ന വാല്യുവേഷൻ ടെക്നിക്കാണ് ഇൻവെന്ററി ഓർ സ്റ്റോക്ക് ഷുഡ് ബി വാല്യൂഡ് കോസ്റ്റ് ഓർ NRV whichever is less. Yeah. So I hope this is clear to you as per ഇനി നമ്മൾക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ പല ടൈപ്പ് ഓഫ് കോസ്റ്റ് അനാലിസിസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ത്രൂ പ്രോബ്ലംസ് ആൻഡ് ത്രൂ സ്മോളർ തിയറി വി വിൽ കവർ അപ്പ് ഇറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. So till we meet again, stay safe and happy.